ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സിലാണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞാൽ ഏകദേശം എല്ലാം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് തന്നെയാണ് തോന്നുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓർഗാനിക്കിന്റെ മുഴുവൻ ചാപ്റ്റേഴ്സും കൂടെ മിങ്കിൾ ചെയ്തിട്ട് ഒരു 100 ഇമ്പോർട്ടന്റ് MCQ എക്സ്പ്ലനേഷൻ ആയിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് നോക്കിയപ്പോൾ നമുക്ക് ഒരുപാട് ഒരു ഓർഗാനിക് കെമിസ്ട്രിന്റെ ബേസിക് പ്രിൻസിപ്പിൾസിൽ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു അത് ഡിസ്കസ് ചെയ്തിട്ട് നാളെ ഒരു സെഷനിൽ ബാക്കി 2-3 ചാപ്റ്റേഴ്സും കൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാം. സമയം കിട്ടുമെന്നുള്ളതാണ്, നാളെ കൊണ്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണുള്ളത്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം, സഹകരിക്കാം. പിന്നെ എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കാം. ഒരു ദിവസം കൂടി നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ പഠിച്ചത് റിവൈസ് ചെയ്യാനും അതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക. ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പം ആൻസർ കിട്ടുന്നില്ല എന്നുള്ള ഒരു കണ്ടീഷൻ വരുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ പഠിച്ച സമയത്ത് ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് ഓർത്തില്ലെങ്കിലും അന്നേരം കൂടെ നമുക്ക് ഓർക്കാനുള്ള ഒരു വഴിയും കൂടെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇതിലേക്ക് വരുമ്പോൾ എന്താ, നമ്മുടെ എക്സാം ഹാളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഓർത്തെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ കഴിയുന്നിടത്തോളം മാക്സിമം ചെയ്യാം. ഇതിന്റെയൊക്കെ PDF ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ടെലഗ്രാമിൽ ഇട്ടിട്ടുമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വന്നിട്ട് ആൻസർ കീ നോക്കിയാൽ മതി. അതിലുള്ളത് ആൻസർ കീ ഉണ്ടാവില്ല. പിന്നെ എന്ന് പറയുന്നത് നന്നായിട്ട് തന്നെ എല്ലാവരും റിവൈസ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ഒരു ജോലിയിലേക്ക് കയറേണ്ടതാണ്. 2023 വിട പറയുമ്പോൾ നമ്മൾ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവുന്ന രീതിയിലേക്ക് ഒരു എക്സാം അറ്റൻഡ് ചെയ്തു എന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടി ആയിരിക്കണം 2023 നമ്മളെ വിട്ടുപോകുന്നത്. ഓക്കെ, 2024 നമ്മൾ എങ്ങനെയാണെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കണം. ഓക്കെ, നമുക്ക് എന്നാ ഫസ്റ്റ് തന്നെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ദ വൈറ്റൽ ഫോഴ്സ് തിയറി വാസ് പ്രൊനൗൺസ്ഡ് ബൈ, ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് തന്നെ എങ്ങനെയൊക്കെ ചോദിക്കുന്നു എന്ന് നോക്കുക. വൈറ്റൽ ഫോഴ്സ് തിയറി വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ, എന്താണ് പ്രൊപ്പൗണ്ടഡ്, ദ വൈറ്റൽ ഫോഴ്സ് തിയറി വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ ബെർസീലിയസ്. ആരാണ്? ബെർസീലിയസ് ആണ്. അമോണിയം സയനൈറ്റ് ഓൺ ഹീറ്റിംഗ് ഗിവ്സ്, അമോണിയം സയനൈറ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? യൂറിയയാണ് കിട്ടുന്നത്. അതിന്റെ റിയാക്ഷൻ ഒന്ന് ഓർത്തിരിക്കാം. ഫസ്റ്റ് ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ഇത് വരുമ്പോൾ നമുക്ക് ആ ഒരു ഇക്വേഷൻ നമുക്ക് വേണ്ടി വരും. എന്താണ്? അമോണിയം സയനൈറ്റ് NH4CNO, അതിനെ നമ്മൾ ഹീറ്റ് ചെയ്യാണ്. ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് യൂറിയയാണ്. യൂറിയ എന്താണ്? NH2 CONH2 ആണ് അല്ലേ? CONH2 ആണ് യൂറിയ. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? അമോണിയം സയനൈറ്റിനെ ചൂടാക്കിയപ്പോൾ NH2CONH2 കിട്ടി. എന്താണത്? യൂറിയയാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് NCERT ലൈൻ ബൈ ലൈൻ ആണ് കേട്ടോ. ദ ഫസ്റ്റ് ഓർഗാനിക് കോമ്പൗണ്ട് സിന്തസൈസ്ഡ് ഇൻ ദി ലബോറട്ടറി വാസ്, ലബോറട്ടറിയിൽ ഏറ്റവും ഫസ്റ്റ് ഇതാക്കിയ ഓർഗാനിക് കോമ്പൗണ്ട് ഏതാണ്? ഓക്കെ, യൂറിയ ആണ്. അത് ഏതിൽ നിന്നാണ്? ഫസ്റ്റ് ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ എങ്ങനെയും ഒരു ഇനോർഗാനിക് കോമ്പൗണ്ടിൽ നിന്നാണ്, നമ്മൾ ആദ്യമായിട്ട് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാക്കുന്നത്. അത് ഏതാണ്? യൂറിയ ആണ്. ഇതാണ് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരുന്നത്. The credit for preparing the first organic compound in the laboratory went to, ആദ്യം നമ്മൾ അതിന്റെ ക്രെഡിറ്റ് ആർക്കാണ് നമുക്ക് കിട്ടിയത്? ലബോറട്ടറിയിൽ ആദ്യമായിട്ട് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാക്കി എന്നതിന്റെ ക്രെഡിറ്റ് കിട്ടിയത് ആരാണ്? വോളർ ആണ്. വോളർ 1828 എന്ത് ചെയ്തത്? 1828 യൂറിയ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, which of the following names is associated with the synthesis of first organic compound from its elements? എലമെന്റ്സിൽ നിന്ന് ഒരു ഇത് നമ്മൾ പറഞ്ഞു, ആദ്യം ഉണ്ടാക്കിയത് നമ്മൾ ഏതിൽ നിന്നാണ്? അമോണിയം സയനൈറ്റിൽ നിന്നാണ്. രണ്ടാമതായിട്ട് വരുന്ന അതിന്റെ ഓരോ ഫസ്റ്റ് ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാക്കി അതിന്റെ ഓരോന്നും അതിന്റെ എലമെന്റ്സിൽ നിന്ന് ആദ്യമായിട്ട് ആരാണ് ഉണ്ടാക്കിയത്? കോൾബാണ്. കോൾബ് ഏതാണ്? ഏത് എലമെന്റ് ആണ് ഉണ്ടാക്കിയത്? ഏത് കോമ്പൗണ്ട് ആണ് ഉണ്ടാക്കിയത്? അസറ്റിക് ആസിഡ് ആണ്. ഓക്കെ, അസറ്റിക് ആസിഡ് ആണ് അദ്ദേഹം ഉണ്ടാക്കിയത്. അസറ്റിക് ആസിഡ് 1845 ഉണ്ടാക്കിയത്. ആരാണ്? കോൾബാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the huge number of organic compounds is due to the fact that, ഏതാണ്? both B and C ആണ്. ഓപ്ഷൻ D ആണ് ആൻസർ. The huge number of organic compound is due to carbon process property of catenation.
അതുപോലെ കാർബൺ കോമ്പൗണ്ട് എക്സിബിറ്റ് ഐസോമെറിസം. അത് രണ്ടും കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കാർബണിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഓർഗാനിക് കോമ്പൗണ്ടിൽ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത്. ലാർജ് നമ്പർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഡ്യൂ ടു കാർബൺ പ്രോസസ്സസ് പ്രോപ്പർട്ടി ഓഫ് catenation and carbon compound exhibit isomerism. Okay, next question, 7th question. The nature of linkage in organic compound is generally എന്താണ്, ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ലിങ്കേജിന്റെ നേച്ചർ ഏതാണ്, കോവാലന്റ് nature ആണ്. ഏതാണ്, കോവാലന്റ് നേച്ചർ ആണ്. which of the following properties is not true regarding organic compound? ഓർഗാനിക് കോമ്പൗണ്ടിനെ അപേക്ഷിച്ചിട്ട് ഇതിലെ ഏത് പ്രോപ്പർട്ടി ആണ് തെറ്റായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓർത്തിരിക്കുക, ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ട്രൂ എന്നുള്ളത് അങ്ങ് അടിവരയിട, നമ്മൾ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതാണ്, ഓർഗാനിക് കോമ്പൗണ്ട് they have high melting and boiling point എന്നുള്ളത് തെറ്റാണ്. ഏതൊക്കെയാണ് ശരി? they are generally covalent bond ആണ്. ശരിയാണല്ലോ, നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ covalent bond ആണ് അതിന്റെ നേച്ചർ എന്ന് പറയുന്നത്. they are generally insoluble in water. ശരിയാണ്. they are generally show isomerism. പിന്നെ they have high melting അല്ല, they organic compounds have low melting point and boiling point ആണ്. high അല്ല, എന്താ വേണ്ടത്, low ആണ്. low melting point and boiling point ആണ്. okay, two members of a homologous series have എന്താണ്, ഒരു homologous series ആണെങ്കിൽ അവരുടെ ഡിഫറെന്റ് മോളിക്കുലാർ masses ആയിരിക്കും. homologous series ഒക്കെ ആണെങ്കിലും അതിന്റെ എന്തായിരിക്കും, ഡിഫറെന്റ് മോളിക്കുലാർ masses ആണ്. ഓപ്ഷൻ ബി ആണ്. Next question, which of the following is an aromatic heterocyclic compound? aromatic ആണ്, heterocyclic ആയിട്ടുള്ള കോമ്പൗണ്ട് ഇതിൽ ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ്, പൈറോൾ. പൈറോൾ എന്തുകൊണ്ടാണ് aromatic heterocyclic എന്ന് നമ്മൾ പറയാൻ കാരണം, എങ്ങനെയാണ് പൈറോളിന്റെ സ്ട്രക്ചർ? N വന്നു, അതിലേക്ക് 2 ഡബിൾ ബോണ്ട് വന്നു. അപ്പൊ ഈ എണ്ണ എന്ന് പറയുന്നത് ഏതാണ്, sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഓക്കെ, ഇതില് ഒരു sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അതുപോലെ അതിന് എന്തുണ്ട്, ഒരു ലോൺ പെയർ ഉണ്ട്. ഓർത്തിരിക്കാം, ഇതിലെ നൈട്രജൻ എന്ന് പറയുന്നത് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ് വിത്ത് എ ലോൺ പെയർ. ഓക്കെ, അപ്പൊ അത് എന്ന് പറയുന്നത് ഈ ലോൺ പെയർ എവിടെയാ ഉള്ളത്, ലോൺ പെയർ ഉണ്ടായിരിക്കുന്നത് അതിന്റെ അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റലിലാണ്. ഓക്കെ, അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള പി ഓർബിറ്റൽ എന്താണ്, എൻ എന്ന് പറയുന്നത് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ് വിത്ത് എ ലോൺ പെയർ ഉണ്ട്. അപ്പൊ ഈ ലോൺ പെയർ എവിടെയാണ് പ്രസന്റ് ആയിട്ടുള്ളത്, ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള പി ഓർബിറ്റലിലാണ് എന്നിലെ ലോൺ പെയർ പ്രസന്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ട്, 6 പൈ ഇലക്ട്രോൺ ഉണ്ട് എന്നുള്ളതാണ്. 6 പൈ ഇലക്ട്രോൺ ഏതിനുണ്ട്, പൈറോണിനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണത്, aromatic heterocyclic compound ആണ്. Okay, next question ഏതാണ്, which of the following is or are alicyclic heterocyclic compound? alicyclic ആയിരിക്കണം, അതുപോലെ heterocyclic ആയിട്ടുള്ള ഇതിലെ കോമ്പൗണ്ട് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓൾ ആണ്, എല്ലാം എന്താണ്, ഇത് alicyclic and heterocyclic കോമ്പൗണ്ടുകളാണ്. ഓർത്തിരിക്കാം, ടെട്രാഹൈഡ്രോഫ്യൂരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇപ്പം പൈറോളിന് പറഞ്ഞതുപോലെ അതിന് എന്നിന് പകരം O ആണ്, ഡബിൾ ബോണ്ട് വേണ്ട. അതാണ് ടെട്രാഹൈഡ്രോഫ്യൂരാൻ എന്ന് പറയുന്നത്. ഇനി ടെട്രാഹൈഡ്രോപൈറോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നേരത്തെ വരച്ച പൈറോളിനേക്കാളിലും അതിനെന്തില്ല, ഡബിൾ ബോണ്ട് ഇല്ല, എന്ന് മാത്രം. ഇനി ടെട്രാഹൈഡ്രോ തയോഫീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെയിം സാധനം തന്നെ, എന്നിന് പകരം S ആണ് വരുന്നത്. അപ്പൊ അതാണ് ടെട്രാഹൈഡ്രോ തയോഫീൻ. ഇതിന്റെ എല്ലാത്തിന്റെയും 3 പ്രത്യേകത എന്താണ്, അതെല്ലാം alicyclic ആണ്, അതുപോലെ heterocyclic compound ആണ്. Which of the following is not a carbocyclic compound? Carbocyclic compound അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, തയോഫീൻ ആണ്. അപ്പൊ തയോഫീൻ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഹെട്രോസൈക്ലിക് ആണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. തയോഫീൻ ഹെട്രോസൈക്ലിക് ആണ്.
Which of the following groups does not contain a coordinate covalent bond? Coordinate covalent bond ഇല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ്. ഏതാ? N2Cl ആണ്. N2Cl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ? N ഡബിൾ ബോണ്ട് Cl, N മൈനസ് ആണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? N2Cl എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എന്തില്ല? നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാലേ, ഇതിൽ എന്തില്ല? കോർഡിനേറ്റ് കോവാലന്റ് ബോണ്ട് ഇതിനില്ല. ഇനി അടുത്തതാണ് an example of alicyclic compound. Alicyclic compoundന് ഒരു എക്സാമ്പിൾ ഏതാണ്? സൈക്ലോഹെക്സൈൻ ആണ്. സൈക്ലോഹെക്സൈൻ ആണ് ഒരു alicyclic compoundന് എക്സാമ്പിൾ. അടുത്തതാണ് which of the following does not contain fused benzene ring? Fused benzene ring ഇല്ലാത്തത്. രണ്ട് ബെൻസീൻ, നാഫ്തലീനൊക്കെ അറിയാലോ, 3 ബെൻസീനൊക്കെ ഉള്ള ഒരുമിച്ച് കൂടിയിരിക്കുന്ന നാഫ്തലീനൊക്കെ. അപ്പൊ ഇതിൽ അല്ലാത്ത ഏതാണ്? ഫ്യൂസ്ഡ് ബെൻസീൻ അല്ലാത്ത ഏതാണ്? ഡൈഫീനൈൽ ആണ്. ഡൈഫീനൈൽ എങ്ങനെയാണ്? സോറി, ഇത് 6 ആണ്. നമുക്കറിയാലോ ബെൻസീൻ പോലെ തന്നെയാണ്, ബെൻസീൻ തന്നെയാണ്, പക്ഷെ അതിൽ ഡൈഫീനൈൽ ആവുമ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതിനെയാണ് ഡൈഫീനൈൽ എന്ന് പറയുന്നത്. A compound with a molecular formula C4H4O has all the 4 carbon atoms and the oxygen atom in a ring. It also has 2 double bonds. The compound is. അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞിരിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് വരയ്ക്കാം. ഓക്കെ, a compound with molecular formula നമുക്ക് തന്നിട്ടുണ്ട്. C4H4O ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, has a 4 carbon atoms. നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ പറയാം, മോളിക്കുലാർ ഫോർമുലയിൽ നിന്ന് അറിയാം 4 കാർബൺ ആറ്റം ആണ്. ഓക്സിജൻ ആറ്റം ഉണ്ട്, അത് റിങ്ങിലാണ്. അപ്പൊ റിങ്ങിലാവുമ്പോൾ നമുക്ക് 4 കാർബൺ ആറ്റം ആകുമ്പോൾ എത്രയായി? ഇത് ഇങ്ങനെ റിങ് വരയ്ക്കുമ്പോൾ തന്നെ എന്തായി? 4 കാർബൺ ആറ്റം ആയി. അതില് ഒരു O ഉണ്ട് റിങ്ങില്, റിങ്ങിന്റെ ഉള്ളിൽ ഒരു O ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ വന്നു. ഇനി നമുക്ക് തന്നിട്ടുള്ളത് ഒരു 4H ഉള്ളൂ. 4H ആകുമ്പോൾ നമുക്കറിയാം എന്ത്? അവിടെ ഡബിൾ ബോണ്ട് വേണം അല്ലേ? അപ്പൊ ഇതെന്താ? 2 ഡബിൾ ബോണ്ട് ആയി. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്? ഇതാണ് നമുക്ക് തന്നിരിക്കുന്നതിന്റെ സ്ട്രക്ചർ. അപ്പൊ ഇത് ഏത് കോമ്പൗണ്ട് ആണ്? ഇതാണ് ഫ്യൂരൻ. അപ്പൊ എന്താണ് ഈ ഫ്യൂരന്റെ പ്രത്യേകത? എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഹെട്രോസൈക്ലിക് ആണ് എന്ന്. ഇതിനെന്താണ്? ഹെട്രോസൈക്ലിക് ആണ്. അതുപോലെ എന്താണ്? ആരോമാറ്റിക് ആണ്. അപ്പൊ നമുക്കറിയാം ഒരു ലോൺ പെയർ എന്താണ്? അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള sp2 ഓർബിറ്റലാണ്. എന്തില്? ഓയുടെ ഒരു ലോൺ പെയർ. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഓയുടെ ഒരു ലോൺ പെയർ എന്താണ്? അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള sp2 ഓർബിറ്റലിലാണുള്ളത്. അപ്പൊ ഈ ലോൺ പെയർ എന്ത് ചെയ്യുന്നു? അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽ ആയതുകൊണ്ട് എന്താണ്? അത് p ഓർബിറ്റൽ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള p ഓർബിറ്റലിൽ ആയതുകൊണ്ട് അവിടെ എന്തുണ്ട്? ഒരു p ബോണ്ടിങ് ഉണ്ടാവുന്നു. ഇതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ട്? 6 പൈ ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് ആരോമാറ്റിക് ആവുന്നത്. Okay, any next question, which of the following statement is incorrect? The members of the homologous series of alkene, the members of a homologous series of alkynes ഇതിൽ ഏതാണ് incorrect എന്നുള്ളതാണ്. ഏതാണ്? ഓപ്ഷൻ എ ആണ്. are all straight chain compound. straight chain compound ആയാൽ മാത്രമേ അത് ആൽക്കൈൻ ആവൂ എന്നുള്ളതുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതാണ്. ബാക്കി എല്ലാത്തിനും ജനറൽ ഫോർമുല ശരിയാണ്. CnH2n+2 ആണ്. ഹാവ് സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും എല്ലാ ആൽക്കൈനും. പിന്നെ ഷോ എ റെഗുലർ ഗ്രഡേഷൻ ഓഫ് ഫിസിക്കൽ പ്രോപ്പർട്ടീസും എന്തായിരിക്കും? ഏകദേശം സിമിലർ ആയിരിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലർ ഗ്രഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറയുന്നതിന് അതിനൊക്കെ എന്തുണ്ട്? ഒരു ഒന്നുകിൽ സ്റ്റെബിലിറ്റീസ് ആണെങ്കിൽ അത് കൂടുന്നു കുറയുന്നു. അപ്പൊ അതിനൊക്കെ എന്തുണ്ട്? ഒരു കറക്റ്റ് ഒരു ടേം ഉണ്ട്. അപ്പൊ ആ ഒരു സിമിലർ ഗ്രേഡിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ കൂടുകയും കുറയൊക്കെ ചെയ്യത്തുള്ളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോംസ് എ ഹോമോലോഗസ് സീരീസ്? ഏതൊക്കെയാണ് ഹോമോലോഗസ് സീരീസിൽ വരുന്നത് എന്നുള്ളതാണ്. എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ബ്യൂട്ടൈൻ, 2-methyl ബ്യൂട്ടൈൻ, 2,3 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. അതൊക്കെ എന്താണ്? ഹൈഡ്രോ കാർബൺസും അതുപോലെ ആൽക്കെയിൻസും ആണ്. ഹൈഡ്രോ കാർബൺസ് ആയിട്ടുള്ള ആൽക്കെയിൻസ് ആണ് എല്ലാം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the IUPAC name of isobutyl group. isobutyl ഗ്രൂപ്പിന്റെ IUPAC നെയിം എന്താണ് എന്നുള്ളതാണ്. isobutyl ഗ്രൂപ്പ് എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്? CH3 ബ്യൂട്ടൈൽ ആകുമ്പോൾ CH, അതുപോലെ എന്താണ് CH2, ഐസോബ്യൂട്ടൈൽ ആണ്. ബ്യൂട്ടൈൽ പറയുമ്പോൾ 3 കാർബൺ ആണ്. അപ്പൊ ഐസോ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? 3 കാർബൺ ഇങ്ങനെ വരച്ചിട്ട് ഒരു കാർബൺ 4 ബ്യൂട്ടൈൽ ആകുമ്പോൾ 4 കാർബൺ. അപ്പൊ ഐസോബ്യൂട്ടൈൽ ആകുമ്പോൾ 3 കാർബൺ ലോങ് ചെയിൻ വരയ്ക്കുക. അതിനുശേഷം നമ്മൾ ഒരു കാർബണിനെ മാത്രം നമ്മൾ ചെയിൻ ആയിട്ട് വരയ്ക്കണം ഐസോബ്യൂട്ടൈൽ ആകുമ്പോൾ. എന്നിട്ട് ഇതിനെ നമ്മൾ IUPAC നെയിമിൽ കൊടുക്കുകയാണെങ്കിൽ ഈ CH2ലാണ് പിന്നെ ഒരു ബോണ്ട് വരേണ്ടത്. 1, 2, 3 എന്ന് നമ്മൾ നമ്പറിങ് കൊടുക്കുന്നു. നമ്പറിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 2ലാണ് എന്തുള്ളത്? ഒരു മീഥൈൽ ഉള്ളത്. അപ്പൊ 2 മീഥൈൽ പ്രൊപ്പൈൽ ആണ് അല്ലെ. ഇതിന് ലോങ് ചെയിനിൽ 3 കാർബണേ ഉള്ളൂ, അതുകൊണ്ട് 2 മീഥൈൽ പ്രൊപ്പൈൽ ആണ്. സിസ്റ്റമാറ്റിക് നെയിം ഓഫ് യൂറിയ. യൂറിയയുടെ സിസ്റ്റമാറ്റിക് നെയിം നമ്മൾ നേരത്തെ കണ്ടതാണ്. യൂറിയയുടെ പിന്നെ ഫോമാറ്റ് എന്താണെന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് അറിയാം എന്താണ്. 1 അമിനോ മെഥനമൈഡ് ആണ് ആര്? യൂറിയ എന്ന് പറയുന്നത്. 1 അമിനോ മെഥനമൈഡ് ഒരു കാർബൺ ആറ്റം അല്ലേ ഉള്ളൂ, അപ്പൊ മെത്താണ്. അപ്പൊ മെഥനമൈഡ് ആണ്. പിന്നെ IUPAC നെയിം ഓഫ് ദി കോമ്പൗണ്ട്, ഇവിടെ തന്നിരിക്കുന്ന കോമ്പൗണ്ടിന്റെ IUPAC നെയിം എന്താണ്? 1, 2 എപ്പോക്സി പ്രൊപ്പൈൻ. നമുക്ക് തന്നു. ലോങ് ചെയിൻ എന്ന് പറയുന്നത് 3 എണ്ണമാണ്. അപ്പൊ ഈ 1ലും 2ലും കൂടെ കണക്ട് ചെയ്തിട്ടാണ് O എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ 1,2 എപ്പോക്സി എന്നും കൂടെ ചേർക്കണം. 1,2 എപ്പോക്സി പ്രൊപ്പൈൻ ആണ്. 24 C ആണ്. ഇനി 3 ഫീനൈൽ prop 2 enoic acid is IUPAC name of. എന്താണ് IUPAC നെയിം? ഈ ഒരു IUPAC നെയിമാണ് 3 ഫീനൈൽ പ്രൊപ്പ് 2 enoic acid എന്ന് പറഞ്ഞ IUPAC നെയിമിന്റെ കോമൺ നെയിം എന്താണ്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. സിന്നമിക് ആസിഡ് ആണ്. സിന്നമിക് ആസിഡ് ആണ്. ദ കറക്റ്റ് IUPAC നെയിം ഓഫ് ദി കോമ്പൗണ്ട് CH3 CH C ഡബിൾ ബോണ്ട് O Cl. ഇവിടെ ഒരു CH ൽ ഒരു Cl ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് വേണം? നമ്പറിങ് ഇടണം. 1, 2, 3. ഓക്കെ, 1, 2, 3 ഇങ്ങനെയാണ് നമ്പറിങ് ഇടുന്നത്. അപ്പൊ എന്താണ്? അതില് രണ്ടാമത്തേലാണ് ക്ലോറോ ഉള്ളത്. 2 ക്ലോറോ പ്രൊപ്പനോയിൽ ക്ലോറൈഡ് ആണ് അല്ലെ. 1ലാണ് പ്രൊപ്പനോയിൽ ക്ലോറൈഡ് വരുന്നത്. അതുപോലെ CO ഡബിൾ ബോണ്ട് Cl വരുമ്പോൾ നമ്മൾ പ്രൊപ്പനോയിൽ ക്ലോറൈഡ് എന്ന് പറയുന്നു. രണ്ടാമത്തേലാണ് 2 ക്ലോറോ വരുന്നത്. അപ്പൊ 2 ക്ലോറോ പ്രൊപ്പനോയിൽ ക്ലോറൈഡ് എന്ന് വരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോമൺ നെയിം ഓഫ് CH3 thrice C2H5. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് നമുക്ക് വരച്ചു നോക്കാം. എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഒന്ന് IUPAC നെയിം എഴുതാൻ കുറച്ചും കൂടെ എളുപ്പമുണ്ടാവുക. CH3 നമ്മൾ 3 എണ്ണം വരച്ചു അല്ലെ. CH3 3 എണ്ണാണ്. ഒരു Cയിലേക്ക് 3 CH3 ആണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇനി അതിലേക്ക് വീണ്ടും ഒരു C2H5 ആണ്. C2H5 എന്ന് പറയുമ്പോൾ CH2 CH3 ആണ്. അപ്പൊ ഇത് എത്രയാണ്? ലോങ് ചെയിനിൽ 1, 2, 3, 4 ആണ്. 4 ഇതാണ് എന്തുള്ളത്? ഇതുള്ളത് 4. പിന്നെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ഇതിനൊരു പ്രത്യേകത? ഇത് കോമൺ നെയിം എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. IUPAC നെയിം അല്ല ചോദിച്ചേക്കുന്നത്, കോമൺ നെയിം ആണ്. അപ്പൊ ഈ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതെന്താണ്? ഒരു സിയുടെ ഇത് ഫോമാറ്റ് എന്താണ്? നിയോ എന്നുള്ളതാണ് അല്ലെ. നിയോ ഹെക്സൈൻ ആണ്. ഇതിന്റെ ആൻസർ എന്താണ്? കോമൺ നെയിം ഓഫ് CH3 thrice C2H5 ൻ്റെത് എന്താണ്? നിയോ ഹെക്സൈൻ ആണ്. ദ ഫാമിലി ടു വിച്ച് മെത്തോക്സിഎഥീൻ ബിലോങ്സ് ഈസ്. the family to which methoxyethene ഏത് ഫാമിലിയാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഏതാണ്? അൺസാച്ചുറേറ്റഡ് ഈതർ ആണ്. എന്താണ് മെത്തോക്സി ഇഥൈൻ എന്ന് പറയുമ്പോൾ? അൺസാച്ചുറേറ്റഡ് മെത്തോക്സി. മെത്ത് എന്ന് പറയുമ്പോൾ ഒരു കാർബൺ ആറ്റം, അത് കഴിഞ്ഞിട്ട് ഓക്സിജന്, പിന്നെ 2 എഥീൻ. എഥീൻ ആകുമ്പോൾ എന്ത് വരുന്നു? ഡബിൾ ബോണ്ട് വരുന്നു. അങ്ങനെയാകുമ്പോൾ ഇതെന്താണ്? അൺസാച്ചുറേറ്റഡ് ഈഥർ ആണ്. കാണുമ്പോൾ തന്നെ അറിയാം ഈഥർ ആണ്. പിന്നെ
The correct IUPAC name of acetonitrile. Acetonitrile എങ്ങനെയാണ് വരുന്നത്? Acetonitrile എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? CH3 C ട്രിപ്പിൾ ബോണ്ട് N ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ എന്ത് വരും? ആദ്യം എന്താണ്? എഥൻ ആണ്, 2 കാർബൺ ആണ്, അതുകൊണ്ട് എഥൈൻ ആണ്. എഥൈൻ നൈട്രിൽ ആണ് അല്ലെ? നൈട്രജൻ വരുമ്പോ അത് നൈട്രൈൽ ആവും. ഓക്കെ, എഥൻ നൈട്രൈൽ. ഓപ്ഷൻ ഡി ആണ്. ദ കറക്റ്റ് IUPAC നെയിം ഓഫ് CH3 CH2 CH ൽ നിന്ന് ഇതിങ്ങനെ വരുമ്പോ CH3 എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ അതെന്താണ്? ഒരു ബ്രാഞ്ച് ആണ്. ഓക്കെ, പിന്നെ CH കഴിഞ്ഞിട്ട് അതിൽ എന്താണുള്ളത്? ഒരു C2H5. ഇവിടെ ഒരു C2H5 ഉണ്ട്, ഇങ്ങോട്ടേക്കും ഒരു C2H5 ആണ് ഉള്ളത്. ഓക്കെ, ഇവിടെ ഒരു CH3 CH2 വരും, ഇവിടെയും ഒരു CH3 വരും. അങ്ങനെയാകുമ്പോ നമുക്ക് ഇത് എങ്ങനെ ഇതിലെ ആൻസർ എഴുതാൻ പറ്റും? ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണ്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിരുത്തി ഒന്ന് നോക്കുക കേട്ടോ, അല്ലാതെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്താണ് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? 3 ഈഥൈൽ ആണ്. മൂന്നാമത്തേൽ ഒരു ഈഥൈൽ ഉണ്ടാവും, അതുപോലെ 4 മീഥൈൽ ആയിരിക്കും, പിന്നെ ഹെക്സൈൻ. ടോട്ടൽ ഹെക്സൈൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ IUPAC നെയിം ഓഫ്, ഇതിന്റെ IUPAC നെയിം എന്താണ് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ IUPAC നെയിമിൽ എങ്ങനെ നമുക്ക് നമ്പർ ഇടാം? ഒന്നാമത്തേന് ആൽക്കഹോൾ അടങ്ങിയ കാർബൺ 1 ഇടുക, ഇതിനെ 2 ഇടാം, ഡബിൾ ബോണ്ടിനെ 2 ഇടാം, പിന്നെ ഇത് 3, ഇത് 4. അപ്പൊ ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്താ പറ്റുക? 1 ഓൾ ആണ്. അപ്പൊ ആദ്യം നമ്മൾ നോക്കുക 1 ഓള്. അപ്പൊ 2 ഓളും 3 ഓളും വെട്ടി. 1 ഓള് ഉള്ളത് 2 ഓപ്ഷൻ ആണുള്ളത്. അപ്പൊ രണ്ടാമത്തേനാണ് EN ഉള്ളത്, രണ്ടാമത്തതിന് EN വന്നു, അപ്പൊ ഇതും വെട്ടി. പിന്നെ 4 മീഥൈൽ ആണ്, 4 മീഥൈൽ സൈക്ലോബ്യൂട്ടൈൻ 2. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത കോമ്പൗണ്ട്, ഫോളോയിങ് കോമ്പൗണ്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്, ഇത് എന്തിന്റെ എക്സാമ്പിൾ ആണ് എന്നുള്ളതാണ് 46ാമത്തെ ക്വസ്റ്റ്യൻ. ഏതിന്റെയാണ് എക്സാമ്പിൾ? ഓപ്ഷൻ സി ആണ്, ആനുലിൻ. ആനുലിന്റെ എക്സാമ്പിൾ ആണ് ഇത്. അടുത്തത് IUPAC നെയിം ഓഫ് എ കോമ്പൗണ്ട്. ഇതിന്റെ IUPAC നെയിം അതും നമ്മൾ നേരത്തെ പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. 1 കൊടുക്കാം, ഇതിന് 1, ഇത് 2, 3, 4, 5. അപ്പൊ 5ലാണ് ഒരു എന്തുള്ളത്? മീഥൈൽ ഉള്ളത് ആകെ. അപ്പൊ അത് മാത്രം നോക്കിയാൽ മതി, അപ്പോഴേക്ക് ബാക്കിയെല്ലാം കട്ടാവും. 5 മീഥൈൽ സൈക്ലോപെന്റനോൾ, 2 പെന്റനോൾ. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ് ആണ്. ഇനി അടുത്തത് ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസ് ലവിങ് സ്പീഷീസ് ആണ്. അടുത്തത് എ ന്യൂക്ലിയോഫൈലിക് റിയേജന്റ് മസ്റ്റ് നെസസറിലി ഹാവ്, എന്താണ്? മസ്റ്റ് നെസസറിലി ഹാവ് എ സ്പീഷീസ് വിത്ത് കംപ്ലീറ്റ് octet and a lone pair of electrons. A nucleophilic reagent must necessarily have a species with a complete octet and a lone pair of electrons. Which of the following statement is false about an electrophile? ഈ ഒരു ഇലക്ട്രോഫൈലിനെ സംബന്ധിച്ച് ഇതിൽ false ആയിട്ടുള്ളത് ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ്, a reagent which attacks an electrodeficient site in a molecule എന്നുള്ളത് തെറ്റാണ്. അപ്പൊ ഇതെന്താണ്? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസ് ആണ്. എന്താ നമുക്ക് പറയാം? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസ് ആണ് ഇലക്ട്രോഫൈൽ എന്നാണ് പറയുന്നത്. ഇതൊരു ആസിഡിക് റിയേജന്റും കൂടിയാണ്. ഇതെന്താണ്? പെയർ ഓഫ് എ സ്പീഷീസ് വിച്ച് സീക്സ് എ പെയർ ഓഫ് ഇലക്ട്രോണും ആണ്. അപ്പൊ എന്തൊക്കെയാണ് ഇതിലെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് നമുക്ക് പറഞ്ഞുതരാം. ദ ന്യൂട്രൽ ഓർ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ് ആണ് എന്ത്? ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത്. ന്യൂട്രൽ ഓർ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ് വിത്ത് ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ ആൻഡ് capable of accepting a pair of electron. എന്താണ്? ഒന്നുകിൽ എന്താവണം? ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ആയിരിക്കണം. ഒന്നുകിൽ അത് എന്തായിരിക്കണം? ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവണം. അതുപോലെ തന്നെ എന്താവണം? അതിന് ഒരു പെയർ ഓഫ് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കാപ്പബിലിറ്റിയും കൂടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അതില് എക്സാമ്പിൾസ് നോക്കുക. നമ്മൾ ന്യൂട്രൽ ഇലക്ട്രോഫൈൽസ് ആണ് നമ്മൾ പറയുന്നത്. ന്യൂട്രൽ ഇലക്ട്രോഫൈൽസിന് എക്സാമ്പിൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ BF3, അതുപോലെ AlCl3, BF3, AlCl3, അതുപോലെ SO3, അതുപോലെയുള്ളതാണ് FeCl2,
ന്യൂട്രൽ ഇലക്ട്രോഫൈൽ ആണ് ഇതൊക്കെ. FeCl3 ആണ്, FeCl3. അതുപോലെ SiCl സിലിക്കൺ ക്ലോറൈഡ് അതുപോലെയുള്ളതാണ്. അതുപോലെ CH2ന്റെ ഒരു ലോൺ പെയർ ഉള്ളത്. ഓക്കെ, ഇത്രയും എന്താണ് ഈ ന്യൂട്രൽ ഇലക്ട്രോഫൈൽസിന് എക്സാമ്പിൾ ആണ്. ഇനി ചാർജ്ഡ് ഇലക്ട്രോഫൈൽസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ചാർജ്ഡ് ഇലക്ട്രോഫൈൽസിന് എക്സാമ്പിൾ ആണ് ഒന്ന് H+, അതുപോലെ Cl+, അതുപോലെ Br+, ഹാലജൻ ഗ്രൂപ്പിൽ വരുന്ന Br+, NO+, അതുപോലെ NO2+, മാത്രമല്ല NO2+, അതുപോലെ RC ഡബിൾ ബോണ്ട് O+, അതുപോലെ ഉള്ളതാണ് NR നൈട്രീൻസ്. NR പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നൈട്രീൻസ് ആണ്. അപ്പൊ അതില് Nന് എന്ത് വേണം? 2 ലോൺ പെയർ വേണം. ഇത്രയും ഏതാണ്? ചാർജ്ഡ് ഇലക്ട്രോഫൈൽസ് ആണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതായിരിക്കും. അപ്പൊ അതൊന്ന് റിവിഷൻ ആയിരിക്കും. നോക്കുക. അപ്പൊ ഇപ്പൊ പറഞ്ഞതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു സ്പീഷീസിന്. അപ്പൊ അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പീഷീസ് ഈസ് ആൻ ഇലക്ട്രോഫൈൽ? ഇതിലെ ഇലക്ട്രോഫൈൽ ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു SO3 ആണ്. ഇതൊരു ഇലക്ട്രോഫൈൽ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പീഷീസ് ഈസ് എ ന്യൂക്ലിയോഫൈൽ? ഇതിലെ ന്യൂക്ലിയോഫൈൽ ഏതാണ്? അപ്പൊ ന്യൂക്ലിയോഫൈൽ കാണണമെങ്കിൽ നമുക്ക് ഒരു ഇതുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഇല്ലാത്തത് നോക്കിയാൽ മതി അല്ലെ. അത് ഏതാണ്? NH2 ഇതാണ് NH2- 2 ലോൺ പെയർ ഉള്ളത്. അതെന്താണ്? ന്യൂക്ലിയോഫൈൽ ആണ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സീരീസ് കണ്ടെയ്ൻ ഇലക്ട്രോഫൈൽസ് ഉള്ളി? ഇതിൽ ഇലക്ട്രോഫൈൽസ് മാത്രമുള്ള സീരീസ് ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഉണ്ടായിരുന്നത് ഏതൊക്കെയാണ്? AlCl3, SO3, NO2+. അപ്പൊ ഓപ്ഷൻ സി ആണ് അതിലുള്ളത്. Next question, then order of stability of free radical. Free radical stability ഏതാണ്? അതിന്റെ ഓർഡർ എന്താണ് എന്നുള്ളതാണ്. ഏറ്റവും സ്റ്റേബിൾ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ആദ്യത്തേത് ഏതാണ്? സ്റ്റെബിലിറ്റി ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഏതാണ്? ബെൻസൈൽ ആണ്. ഫസ്റ്റ് വൺ ബെൻസൈൽ ആണ്, പിന്നെ അലൈലാണ്, പിന്നെയാണ് ടെർഷ്യറി. ഫസ്റ്റ് ബെൻസൈൽ, പിന്നെ അലൈല്, പിന്നെ ടെർഷ്യറി. ഇതാണ് സ്റ്റെബിലിറ്റി ഓഫ് ഫ്രീ റാഡിക്കലിന്റെ സ്റ്റെബിലിറ്റിന്റെ ഓർഡർ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് എ മാക്സിമം ആസിഡിക് സ്ട്രെങ്ത്? ആസിഡിക് സ്ട്രെങ്ത് ഏറ്റവും കൂടുതലുള്ളത് ഏതിനാണ് എന്നുള്ളതാണ്. ഓർത്തോ നൈട്രോ ബെൻസോയിക് ആസിഡ് ആണ്. എന്തുകൊണ്ടാണ് ഓർത്തോ നൈട്രോ ബെൻസോയിക് ആസിഡിന് മെറ്റേനേക്കാളിലും പാരേനേക്കാളിലും കൂടുതൽ ആസിഡിക് സ്ട്രെങ്ത് ഉണ്ടാവാൻ കാരണം എന്താണ്? അവിടെ എന്ന് പറയുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് നേച്ചർ ഓഫ് NO2 ഗ്രൂപ്പ് എന്താണ്? ഒരു എന്ത് ചെയ്യുന്നു? ഒരു ഓർത്തോ എഫക്റ്റ് ഉണ്ടാക്കുന്നു. ഓക്കെ, എന്താണ്? ഡ്യൂ ടു ഇലക്ട്രോൺ വിഡ്രോയിങ് നേച്ചർ ഓഫ് എ NO2. എന്താണ്? ഇലക്ട്രോൺ വിഡ്രോയിങ് നേച്ചർ ഓഫ് എ NO2 എന്താണ്? അവിടെ ഒരു NO2 ഉണ്ട്. അപ്പൊ അത് പക്ഷെ എല്ലാത്തിലും ഉണ്ട് അല്ലെ. ഇലക്ട്രോൺ വിഡ്രോയിങ് നേച്ചർ ഓഫ് NO2 ഉണ്ട്. അത് പക്ഷെ എന്തുണ്ട്? ഓർത്തോയിലും മെറ്റയിലും പാരയിലും ഒക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് കൂടെ എന്തും കൂടെ ഉണ്ട്? ഇവിടെ ഒരു ഓർത്തോ എഫക്റ്റും കൂടെ ഉണ്ട്. ഒരു ഓർത്തോ എഫക്റ്റും കൂടെ വരുമ്പം അവിടെ എന്താണ്? ആസിഡിക് സ്ട്രെങ്ത് കൂടുതലാണ് എന്നുള്ളതാണ്. അടുത്തത് ഏതാണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡീഹൈഡ്രേഷൻ ഓഫ് ഈഥൈൽ ആൽക്കഹോൾ പ്രൊസീഡ് വയ ഏതാണ്? ഈഥൈൽ ആൽക്കഹോൾ എന്ത് വെച്ചിട്ടാണ് പ്രൊസീഡ്? ഡീഹൈഡ്രേഷൻ ഓഫ് ഈഥൈൽ ആൽക്കഹോൾ പ്രൊസീഡ്സ് വയ ഏതാണ്? കാർബോണിയം അയോൺ ആണ്. കാർബോണിയം അയോണിനെ കുറിച്ച് നമുക്ക് എങ്ങനെ പറയാം? ഡീഹൈഡ്രേഷൻ ഓഫ് ഈഥൈൽ ആൽക്കഹോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഈഥൈൽ ആൽക്കഹോൾ നമുക്ക് ഒന്ന് എഴുതാം. ആദ്യം CH3 CH2 OH. അപ്പൊ ഈ OHല് ഓയ്ക്ക് എന്തുണ്ട്? 2 ലോൺ പെയർ ഉണ്ട്. ഓർത്തിരിക്കണം, 2 ലോൺ പെയർ ഉണ്ട്. അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡീഹൈഡ്രേഷൻ ചെയ്യുന്നത്. അപ്പൊ H+ ആഡ് ചെയ്യുന്നു. അപ്പൊ അതിൽ നിന്ന് എന്താണ് ഇതിന് സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുന്നത്? CH3 CH2 അതുണ്ടല്ലോ, അതിലേക്ക് O വരുന്നു, അതുപോലെ OH പിന്നെ ഒരു H കൂടെ വരുന്നു അല്ലെ. പ്ലസ് ആഡ് ചെയ്യുന്നു, ഒരു H ആഡ് ചെയ്യുന്നു. അങ്ങനെ ആകുമ്പം എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെയുള്ള ഒരു ലോൺ പെയറിലേക്ക് ഈ ഒരു ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്.
അങ്ങനെയാകുമ്പോൾ ഇതിങ്ങനെ ഡീഹൈഡ്രേഷൻ ചെയ്യുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യുന്നു, ആ എച്ച് ഇതുമായിട്ട് യുണൈറ്റ് ചെയ്യുന്നു. യുണൈറ്റ് ചെയ്തിട്ട് ഈ ഒരു ബോണ്ട് ലോൺ പെയറിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ എന്ത് വരുന്നു, -H2O വരുന്നു. വാട്ടർ ഇതിൽ നിന്ന് റിലീസ് ആവുന്നു. റിലീസ് ആവുന്ന സമയത്ത് എന്താ ഇവിടെ സംഭവിക്കാൻ പോവുക, സി കഴിഞ്ഞിട്ട് ആദ്യത്തെ സിയിൽ നമുക്കറിയാം 3H തന്നെയാണ്. രണ്ടാമത്തെ സിയിൽ എന്താ ഉള്ളൂ, 2H ഉള്ളൂ. അങ്ങനെയാകുമ്പോൾ അതെന്താണ്, അതിൽ ആ ഒരു ബോണ്ട് അങ്ങ് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്തായി, ഒരു പോസിറ്റീവ് എനർജിയുള്ള കാർബോകാറ്റയോൺ ആയി. അപ്പൊ ഈ പോസിറ്റീവ് എനർജിയുള്ള കാർബോകാറ്റയോൺ പിന്നീട് എന്താ ചെയ്യുന്നത്, ഈ പോസിറ്റീവിനെ ഇങ്ങോട്ടേക്ക് വിടുന്നു. അങ്ങനെയാകുമ്പോൾ ഇതെന്തായി, ഒരു ഡബിൾ ബോണ്ട് ആയി. ഓക്കെ, അല്ല സോറി, ഈ എച്ചിനെ അല്ല, ഈ ഒരു എച്ചിനെ, CH3 ഒരു എച്ചിനെ നമുക്ക് സെന്ററിലോട്ടേക്ക് വിടുന്നു. അങ്ങനെയാകുമ്പോൾ എന്തായി, 2 ഡബിൾ ബോണ്ട് ആയി. ഇങ്ങനെയാണ് ഒരു കാർബോണിയം അയോൺ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഇൻവോൾവ്. ഇൻഡക്റ്റീവ് എഫക്റ്റിന് ഏത് ഇലക്ട്രോൺ ആണ് ഇൻവോൾവ് ആവുന്നത്, സിഗ്മ ഇലക്ട്രോൺ ആണ്, പൈ ഇലക്ട്രോൺ അല്ല, സിഗ്മ ഇലക്ട്രോൺ ആണ് ഇൻഡക്റ്റീവ് എഫക്റ്റിന് കാരണമാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആക്റ്റീവ് സ്പീഷീസ് ഇൻ സൾഫോനേഷൻ ഓഫ് ബെൻസീൻ. ബെൻസീന്റെ സൾഫോനേഷനിൽ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ആക്റ്റീവ് സ്പീഷീസ് ഏതാണ് എന്നുള്ളതാണ്. ഏതാണ്, നമ്മുടെ SO3 ആണ്. SO3 ആവാനുള്ള കാരണം എന്താണ്, ഇലക്ട്രോഫൈലിക് ഇൻവോൾവ്സ് എന്ത് ചെയ്യുന്നു, സൾഫോണേഷൻ ഓഫ് ബെൻസീൻ ഈസ് SO3 ആണ്. ഇലക്ട്രോഫൈൽ ഏതാണ്, SO3 ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സബ്സ്റ്റിറ്റ്യൂവന്റ് ഹാസ് +M എഫക്റ്റ്. +M എഫക്റ്റ് ഏതിനാണുള്ളത്, NH2-നാണ്. NH2-നാണ് +M എഫക്റ്റ് ഉള്ളത്. അടുത്തതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്, എ ആണ്. എന്താ, ഡെസ്മോട്രോപിസം ഈസ് അനദർ നെയിം ഫോർ ടോട്ടോമെറിസം. ടോട്ടോമെറിസത്തിന്റെ ഒരു വേറൊരു പേരാണ് ഡെസ്മോട്രോപിസം. ഡെസ്മോട്രോപിസം എന്ന് പറയുന്നത് ടോട്ടോമെറിസത്തിന്റെ വേറൊരു പേരാണ്. അടുത്തതാണ്, എ ന്യൂക്ലിയോഫൈലിക് must necessarily have. ഒരു ന്യൂക്ലിയോഫൈൽ എന്തിന്, അതിൽ കൂടുതലായിട്ട് എന്താണ് വേണ്ടത്, ഒരു ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് ഒരു ടെൻഡൻസി ടു ഡൊണേറ്റ് ഇലക്ട്രോൺ പെയർ ആണ്. ഒരു ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് ടെൻഡൻസി ടു ഡൊണേറ്റ് ഇലക്ട്രോൺ പെയർ ആണ്. ഇതൊക്കെ NCERT-യിൽ ഉള്ളത് തന്നെയാണ് കേട്ടോ. ഞാൻ അതിൽ നിന്ന് എക്സ്ട്രാ ആയിട്ടൊന്നും പറയുന്നില്ലേ. അപ്പൊ നമ്മുടെ ഓരോ ഹെഡിങ് എടുത്തിട്ട് നിങ്ങൾ നോക്കുക. ജസ്റ്റ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, നമ്മള് പകുതിയിലധികം ആളുകളും എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പകുതിയിലധികം ആളുകളും നമ്മുടെ സിലബസ് നോക്കാതെ, സിലബസിലുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് നോക്കാതെ എന്ത് ചെയ്തു, നമ്മുടെ നേരെ എന്ത് ചെയ്തു, അല്ലെങ്കിൽ NCERT നോക്കാതെ, NCERT വായിക്കാതെ നമ്മുടെ എന്താ പറയാ, മറ്റ് +1 +2-ലെ പിന്നെ കെമിസ്ട്രീന്റെ ക്ലാസ്സസ് ഒരുപാട് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. എക്സാമിനർ ഉണ്ട്, സൈലം ഉണ്ട്. അപ്പൊ സൈലം +1 +2 ഉണ്ട്. അപ്പൊ അതിലൊക്കെ വീഡിയോസ് കണ്ടിട്ടാണ് പഠിച്ചത്. അപ്പൊ അത് എന്ന് പറയുന്നത് നമ്മളെ എൻട്രൻസ് ലെവലിലുള്ളതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ലാസ്സുകളോ ആയിരിക്കില്ല. ഇനിയിപ്പം എൻട്രൻസ് ലെവലുള്ള ഇത് എന്ന് പറയുന്നത്, ഇത് എൻട്രൻസിന്റെ പുസ്തകങ്ങളിൽ തന്നെ ഞാൻ എടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ അതെന്താണ്, ലൈൻ ബൈ ലൈൻ NCERT ആണ്. അപ്പൊ നമുക്ക് വേണ്ടതും ലൈൻ ബൈ ലൈൻ NCERT ആണ്. അപ്പൊ നമുക്ക് ഒരു കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എക്സാം വിന്നർ. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ച് പുറത്തുനിന്നുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നാം. കാരണം ഞാനും ആ ഒരു വീഡിയോ കണ്ടായിരുന്നു. പക്ഷെ ഞാൻ കണ്ട സമയത്ത് എനിക്ക് ഇതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഓക്കെ, അവർ നോമൻക്ലേച്ചറും കാര്യങ്ങളൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ അറ്റൻഡ് ചെയ്തു. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, നോമൻക്ലേച്ചറൊക്കെ പക്കയായി. പക്ഷെ അതിലുള്ള ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് പോയി, അതിൽ വിട്ടുപോയി എന്നുള്ളതാണ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി റെപ്രസെന്റ്സ് ദ +I എഫക്റ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻസ്. ഇതിൽ അതുപോലെ ഞാൻ ഇതിൽ അവസാനം ഐസോമെറിസത്തിന്റെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസോമെറിസം എത്രത്തോളം ചോദിക്കും എന്നറിയില്ല. പക്ഷെ സിലബസിൽ പക്ക നമുക്ക് കൊടുത്തിട്ടുണ്ട് ഐസോമെറിസം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏകദേശം എല്ലാ ഭാഗത്തു നിന്നുള്ള ഐസോമെറിസം ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് കുറച്ചേ കൊടുത്തിട്ടുള്ളൂ അല്ലെ. നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ആ ഒരു ചാപ്റ്ററിൽ ഐസോമെറിസം കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിലും ഐസോമെറിസം കുറച്ച് കാര്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. +2-ലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ലാസ്റ്റ് ഭാഗത്ത് വരുന്നത് എന്താണ്, ഐസോമെറിസം ലാസ്റ്റ് ഭാഗത്ത് വരുന്നതെല്ലാം തന്നെ
നമ്മുടെ ഇമ്പോർട്ടന്റ് ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, നമ്മുടെ സിലബസിൽ ഇല്ലാത്തതല്ല. ഐസോമറിസത്തിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീരിയോ കെമിസ്ട്രി മുഴുവനായിട്ട് ഞാൻ അതിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ which of the following correctly represents the plus I effect of the substituent? ഏതാണ് നമ്മുടെ ആദ്യം plus I effect ഏറ്റവും ഇതിൽ ഏതാണ് വരുന്നത്? ഓപ്ഷൻ O മൈനസ് COO മൈനസ് അതുപോലെ CR3 ആണ്. ഓപ്ഷൻ എ ആണ് O മൈനസ് COO മൈനസ് പിന്നെ CR3 ആണ്. which of the following does not show electromeric effect? electromeric effect ഇല്ലാത്തത് ഏതിലാണ്? ഈതേഴ്സിലാണ്. ഈതേഴ്സിൽ എന്തില്ല? ഇലക്ട്രോമെറിക് എഫക്റ്റ് ഇല്ല. പിന്നെ ഉള്ളതാണ് which of least stable? ഈ ഒരു കാർബോകാറ്റയോണിൽ ഏറ്റവും ലീസ്റ്റ് സ്റ്റേബിൾ ഏതാണ്? അത് CH3 ആണ്. CH3 പ്ലസ് I എഫക്റ്റ് ആണ് കാരണം. അപ്പൊ നമുക്ക് ഓർത്തിരിക്കാം പ്ലസ് I എഫക്റ്റ് ആണ് ഇതിന്റെ CH3 ലീസ്റ്റ് സൊല്യൂബിൾ ആവാൻ കാരണം, ലീസ്റ്റ് സ്റ്റേബിൾ ആവാൻ കാരണം അതിന്റെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ ഒന്ന് ഓർത്തിരിക്കാം. ഫസ്റ്റ് വണ് CH3 ആണ്, പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3 അതുപോലെ CH പ്രൈമറി ആണ്. ഓക്കെ, CH3 എന്ന് പറയുന്നത് നമ്മുടെ ഒന്നാണ്. പിന്നെ ഉള്ളതാണ് പ്രൈമറി കാർബോകാറ്റയോൺ. പ്രൈമറി കാർബോകാറ്റയോൺ ആണ് പിന്നീട് സ്റ്റെബിലിറ്റി. അതിനേക്കാളും കുറച്ചും കൂടെ സ്റ്റേബിൾ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർബോകാറ്റയോണിൽ ഒരു CH3 ഉള്ളൂ. അപ്പൊ ഇവിടുന്ന് മാത്രം വരുന്ന പ്ലസ് I ഇങ്ങോട്ടേക്ക് ഒരു വലിവുണ്ടാവും. ഓക്കെ, കാർബോകാറ്റയോൺ CH3യിലേക്ക് ഒരു വലിവുണ്ടാവും. അത് ഇതിലേക്ക് കാർബോകാറ്റയോണിലേക്ക് കൊടുക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ടാവും. പിന്നെ രണ്ടാമതാണ് സെക്കൻഡറി വരുന്നത്. സെക്കൻഡറി വരുന്ന സമയത്ത് അതിന് ഒന്നും കൂടെ സ്റ്റെബിലിറ്റി വരും. കാരണം എന്താണ്? സെക്കൻഡറിയിലാവുമ്പോൾ 2 കാർബൺ ആറ്റമുള്ള മീഥൈൽ ഗ്രൂപ്പ് അതുമായിട്ട് ബോണ്ടഡ് ആയിരിക്കും, ഈ കാർബോകാറ്റയോണായിട്ട് ബോണ്ടഡ് ആയിരിക്കും. അപ്പൊ ഈ രണ്ടിടത്തുനിന്നുള്ളതും ഉണ്ടാവും. അതാണ് സെക്കൻഡറിയിൽ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് എന്തിന്? ടേർഷറിയിൽ. ടേർഷറിയിൽ ഒന്നും കൂടെ സ്റ്റേബിൾ ആണ്. ടെർഷ്യറി എന്ന് പറയുന്നത് ഒന്നും കൂടെ സ്റ്റേബിൾ ആണ്. കാരണം എന്താണ്? 3 ഭാഗത്തും എന്താണ്? CH3 ആണ്. 3 ഭാഗത്തും CH3 ആണ്. അപ്പൊ ഈ വലിവ് 3 ഭാഗത്തു നിന്നും ഉണ്ടാവും. അപ്പൊ അതൊന്നും കൂടെ സ്റ്റേബിൾ ആണ്. ഈ കാർബോകാറ്റയോൺ ഒന്നും കൂടെ ടെർഷ്യറി കാർബോകാറ്റയോൺ ഒന്നും കൂടെ സ്റ്റേബിൾ ആണ് എന്നുള്ളതാണ്. പിന്നെ അടുത്തതാണ് റെസൊണൻസ് എഫക്റ്റ് ഇൻവോൾവ്. ഈ റെസൊണൻസ് എഫക്റ്റിന് ഏതൊക്കെയാണുള്ളത്? ഇത് ഡി ആണ്. ഓപ്ഷൻ ഓൾ ആർ കറക്റ്റ് ആണ്. ഏതൊക്കെയാണ്? റെസൊണൻസ് എഫക്റ്റ് ഇൻവോൾവ്സ് ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ അലോങ് എ കോൺജുഗേറ്റഡ് സിസ്റ്റം. നമുക്കറിയാലോ അവിടെ ഒരു ഡീലോക്കലൈസേഷൻ, പൈ ഇലക്ട്രോണിന്റെ ഡീലോക്കലൈസേഷൻ നടക്കുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഡീലോക്കലൈസേഷൻ ഓഫ് n ഇലക്ട്രോൺസ് along a conjugated system. അതും ശരിയാണ്. അടുത്തതാണ് ഡീലോക്കലൈസേഷൻ സിഗ്മ ഇലക്ട്രോൺ ഇൻടു ആൻ അഡ്ജസെന്റ് പൈ ബോണ്ട്. അഡ്ജസെന്റ് പൈ ബോണ്ടിലേക്ക് എന്ത് വരുന്നുണ്ട്? സിഗ്മ ഇലക്ട്രോണിന്റെ ഡീലോക്കലൈസേഷനും കൂടി എന്തിൽ വരുന്നുണ്ട്? റെസൊണൻസിൽ വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഹൈപ്പർ കോൺജുഗേഷൻ ഇൻവോൾവ്. ഹൈപ്പർ കോൺജുഗേഷനിൽ എന്തൊക്കെയാണ് ഇൻവോൾവ്ഡ് ആവുന്നത്? ഡീലോക്കലൈസേഷൻ സിഗ്മ ഇലക്ട്രോൺ ഇൻടു ആൻ അഡ്ജസെന്റ് പൈ ബോണ്ട് ആണ് ഹൈപ്പർ കോൺജുഗേഷനിൽ വരുന്നത്. ഇനി അടുത്തതാണ് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്ട് ഈസ് ഓൾസോ നോൺ ആസ്. എന്താണ് ഇത്? ബേക്കർ നന്ദാൻ എഫക്റ്റ് എന്നുള്ളതാണ് പറയുന്നത്. ഹൈപ്പർ കോൺജുഗേഷൻ എഫക്ട് ഈസ് ഓൾസോ നോൺ ആസ് ബേക്കർ നന്ദാൻ എഫക്റ്റ് എന്ന് പറയുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ആക്കിമെറിക് അസിസ്റ്റൻസി എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ അത് നോ ബോണ്ട് റെസൊണൻസും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ്. ഓൾ ആർ കറക്റ്റ് ആണ്. ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് ബേക്കർ നന്ദാൻ എഫക്റ്റ് ആണ്. ആക്കിമെറിക് അസിസ്റ്റൻസ് ആണ്. നോ ബോണ്ട് റെസൊണൻസ് ആണ്. Which of the following group has a maximum hyperconjugation effect? Maximum hyperconjugation effect ഏതിനാണുള്ളത്? CH3 മൈനസ് ആണ്. അപ്പൊ അതിന് എന്താണ് കാരണം? അതിന് 3 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. 3 ഹൈഡ്രജൻ ആറ്റം ആണുള്ളത്. അതുകൊണ്ട് തന്നെ മാക്സിമം ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് ആണുള്ളത്. ഓക്കെ, ഇതിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 2 എണ്ണ ഉള്ളേ, ഇതിന് 3, ഇതിന് ഒറ്റ ഹൈഡ്രജൻ ആറ്റവും ഇല്ല. ഓക്കെ, which of the following carbocation is most stable? most stable ആയിട്ടുള്ളത് ഇതിൽ ഏതാണ് എന്നുള്ളതാണ്. ഏതാ? CH3 CH2 പ്ലസ് ആണ്. അതെന്താണ്? ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് കാർബൺ ആറ്റം ഇൻക്രീസ് ആൻഡ് ഇസ് ഹൈബ്രിഡൈസേഷൻ ഫ്രം sp3 to sp2 to sp. അങ്ങനെയാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ? ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ളത് sp3 പിന്നെ sp2 പിന്നെ sp ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ
sp3 ഹൈബ്രിഡൈസേഷനിലുള്ള കാർബോ ഇതിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് വരുന്നത്. സോറി, ജസ്റ്റ് മിനിറ്റ്. ഒരു ഇലക്ട്രോ നെഗറ്റീവ് കാർബൺ ഇലക്ട്രോ നെഗറ്റിവിറ്റി എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? അതിന്റെ ഹൈബ്രിഡൈസേഷനിൽ sp3ക്കാണ് ഏറ്റവും കുറവ്, sp2 ആകുമ്പോൾ കുറച്ചും കൂടെ കൂടും, പിന്നെ sp ആകുമ്പോൾ ഒന്നും കൂടെ കൂടും. ഓക്കെ, sp-ലാകുമ്പോഴേക്ക് ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് ആയിരിക്കും. sp3 ഞാൻ നേരത്തെ പറഞ്ഞത് തിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, ഐ എം സോ സോറി, പെട്ടെന്ന് പറഞ്ഞപ്പോൾ വന്ന വ്യത്യാസമാണ്. sp3-ലാകുമ്പോൾ ഏറ്റവും കുറവ് ഇലക്ട്രോ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, sp3 ഹൈബ്രിഡൈസ്ഡിന് ഏറ്റവും ലീസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലീസ്റ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ആയിരിക്കും എന്താണ് പോസിറ്റീവ് ചാർജിനെ ഏറ്റവും കൂടുതൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. കാറ്റയോൺ ആകുമ്പോൾ നമുക്ക് പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ ലീസ്റ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ളതിനായിരിക്കും എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഇലക്ട്രോ പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ളതിനെ, ഓക്കെ, പോസിറ്റീവ് ചാർജിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ലീസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവിനായിരിക്കും കൂടുതൽ കഴിയുക. അങ്ങനെയാകുമ്പോൾ ഇതിൽ CH3CH2-ല് sp3 ഹൈബ്രിഡൈസേഷൻ ആണ് ഇതിലുള്ളത്. അപ്പൊ ഈ sp3 ഹൈബ്രിഡൈസേഷൻ ആകുമ്പോൾ എന്തായി, ഇതിന് പോസിറ്റീവ് ചാർജിനെ നന്നായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് വൺ ആണ് ദ IUPAC നെയിം ഓഫ് ദി കോമ്പൗണ്ട്. ഇതിലെ IUPAC നെയിം എന്താണ്? ഓപ്ഷൻ എ ആണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ഇതില് 3-chloro-phenyl ഫസ്റ്റ് വൺ, 4-chloro ഇതില് ഫോർത്ത് വൺ ആണ്. ക്ലോറോ ബെൻസൈൽ ഡൈഅസീൻ ഇതല്ല, ഇതാണ് 3-chloro, ഇതാണ് 3-chloro. അപ്പൊ ഇത് 3-chloro-phenyl ആണ്. അതുപോലെ ഇതിലേക്ക് വരുമ്പോഴേക്ക് 4-chloro-phenyl ആയി, ഡൈഅസൈൻ. ഇനി അടുത്തത് റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് നമ്പർ ചെയ്യണം. നമ്പർ ചെയ്യുമ്പം 1 2 ഇതിൽ ഏതാ വരിക? ഈതയില് അവിടെയുള്ള ഈതയിൽ 2 ക്ലോറോ കാർബോണൈൽ ബെൻസോയേറ്റ് ആണ്. കാർബോണൈൽ ബെൻസോയേറ്റ് ഓപ്ഷൻ സി ആണ്. ഈതയിൽ 2 ക്ലോറോ കാർബോണൈൽ ബെൻസോയേറ്റ്. അടുത്തതാണ് the most stable carbocation is. most stable carbocation ഏതാണ് ഇതില്? ട്രോപ്പോളിയം അയോൺ ആണ്. ഓപ്ഷൻ ഡി ആണ് ഇതിനെ പറയുന്നതാണ് ട്രോപ്പോളിയം അയോൺ. അപ്പൊ ഇതിൽ എന്താണ്, ഇതിന്റെ പ്രധാന കാരണം എന്താണ്? ഇത് ഒരു ആരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. ട്രോപ്പോളിയം അയോൺ എന്ന് പറയുന്നത് ഒരു ആരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇതിന് മോസ്റ്റ് സ്റ്റേബിൾ ആവാൻ കാരണം. അടുത്തതാണ് which of the following act as electrophile as well as nucleophile. ന്യൂക്ലിയോഫൈൽ ആയിട്ടും ഇലക്ട്രോഫൈൽ ആയിട്ടും ആക്ട് ചെയ്യാൻ പറ്റുന്നത് ഇതിൽ ഏതിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CH2O ആണ്. ഓപ്ഷൻ ബി ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്ട്രക്ചർ ഒന്ന് നമുക്ക് വരയ്ക്കാം. ഞാൻ പിന്നെ നോമൻക്ലേച്ചർ ഒരുപാട് നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല കേട്ടോ, കാരണം നോമൻക്ലേച്ചർ നിങ്ങൾ എല്ലാവരും പഠിച്ചതായിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് കിട്ടാതിരിക്കുക, അതുകൊണ്ടാണ് ഇത് എടുക്കാൻ കാരണം. പ്ലസ് ഇവിടെ ഡബിൾ ബോണ്ട് O ആണ്. അപ്പൊ ഇതില് നമുക്ക് പറയാം O വരുമ്പം നെഗറ്റീവ് ആണ്, ഡെൽറ്റ നെഗറ്റീവ് വരും, ഇവിടെ പോസിറ്റീവ് വരും. കാർബണിലേക്ക് വരുമ്പോൾ പോസിറ്റീവ് വരും. ഈ ഓക്സിജന് നമുക്ക് 2 എണ്ണമാണ് ഉള്ളത്, 2 ലോൺ പെയർ ഉണ്ട്. അപ്പൊ ഇത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജന്റെ സെന്റർ എന്ന് പറയുന്നത് ന്യൂക്ലിയോഫൈലിക് സെന്റർ ആണ്. ഓക്കെ, ന്യൂക്ലിയോഫൈലിക് സെന്റർ ആണ് ഓക്സിജന്റെ സെന്റർ എന്ന് പറയുന്നത്. പിന്നെ ഇത് എന്ന് പറയുന്നത് ഡബിൾ ബോണ്ട് വരുമ്പോൾ എന്താണ്, ഇലക്ട്രോഫൈലിക് സെന്റർ ആണ്. ഓക്കെ, ഓക്സിജൻ എന്താണ്, ന്യൂക്ലിയോഫൈലിക് സെന്റർ ആണ്. എന്നാൽ പിന്നെ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രോഫൈലിക് സെന്റർ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇലക്ട്രോഫൈലും ന്യൂക്ലിയോഫൈലായിട്ട് ഒരുമിച്ച് ഇതിന് ആക്ട് ചെയ്യാൻ കഴിയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മോളിക്യൂൾ is Cr3H. ഈ H is replaced by R3CA ആയിട്ട് മാറി.
എച്ചിനെ റീപ്ലേസ് ചെയ്തിട്ട് എയിലേക്ക് അങ്ങോട്ടേക്ക് വന്നു. ആൻഡ് ഓൺ ഡൂയിങ് സോ ഇലക്ട്രോൺ ഡെൻസിറ്റി ഓൺ CR3 പാർട്ട് ഇൻക്രീസസ്. ദെൻ എ ഈസ് എന്താണ് എയിൽ വരുന്നതാണ്. അപ്പൊ ഇതെന്തായിരിക്കും? എ എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിപ്പല്ലിംഗ് ഗ്രൂപ്പ് ആയിരിക്കും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ CR3 വന്നു, അതിലേക്ക് വന്നതാണ് എച്ച്. CR3 എച്ച് ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അതിലേക്കുള്ളത് എച്ച് മൈനസ് ആയി, എച്ച് പോയി. ആ എച്ചിന്റെ സ്ഥാനത്തേക്ക് എന്ത് വന്നു? എ എന്ന ഗ്രൂപ്പ് വന്നു. അങ്ങനെയാകുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? CR3 അതുപോലെ എ എന്നുള്ളത് വന്നു. അപ്പൊ ഇത് വരുമ്പോൾ നമ്മുടെ കാർബൺ എന്താവുന്നു? അതിന് ഒരു നെഗറ്റീവ് ഇതും അതുപോലെ ഇതിനേക്ക് ഒരു പോസിറ്റീവ് ചാർജും വരുന്നു. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ഐ എഫക്റ്റിന്റെ ഗ്രൂപ്പ് ആയിരിക്കും എന്ത് വരുന്നത്? എ വരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഡെൻസിറ്റിന്റെ ഇത് വന്നിട്ടുണ്ട്. അപ്പൊ അല്ലെ ഡെൻസിറ്റി എന്ന് പറയുന്നത് CR3 പാർട്ടിന് ഇത് ഇൻക്രീസ് ചെയ്യുന്നു. ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പറയുന്നത് CR3 പാർട്ടിന് ഇത് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് എ എന്താവുന്നത്? ഇലക്ട്രോൺ റിപ്പല്ലിംഗ് ഗ്രൂപ്പ് ആവുന്നത്. അപ്പൊ അതെന്ന് വെച്ചാൽ പ്ലസ് ഐ എഫക്റ്റ് ഉള്ള ഗ്രൂപ്പ് ആയിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് റിമൂവൽ ഓഫ് എ ഹൈബ്രൈഡ് അയോൺ ഫ്രം മെഥേൻ മോളിക്യൂൾ ഗിവ്സ്. എന്താണ് റിമൂവൽ ഓഫ് ഹൈഡ്രൈഡ് അയോൺ? ഓക്കെ, റിമൂവൽ ഓഫ് ഹൈഡ്രൈഡ് അയോൺ ഫ്രം മീഥൈൻ മോളിക്യൂൾസ് ഗിവ്സ് ഏതാണ്? ഓപ്ഷൻ ബി ആണ് കാർബോ കാറ്റയോൺ. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും വിചാരിക്കുന്നു. മീഥൈൻ എന്ന് പറയുമ്പോൾ 4 ഹൈഡ്രജൻ ആറ്റമാണ് ഉണ്ടാവുക. അതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തെങ്കിലും CH3+ ആയി വരുന്നു. അതൊരു ഹൈഡ്രൈഡ് ആണ്. അടുത്തതാണ് which of the following statement is correct? ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. പ്ലസ് ഐ ഗ്രൂപ്പ് സ്റ്റെബിലൈസ് എ കാർബോ കാറ്റയോൺ. എന്തുകൊണ്ടാണ് പ്ലസ് ഐ ഗ്രൂപ്പ് ഒരു കാർബോ കാറ്റയോൺ സ്റ്റെബിലൈസ് ചെയ്യുന്നത്? ഡ്യൂ ടു ദ ഡിസ്പേഴ്സൽ ഓഫ് പോസിറ്റീവ് ചാർജ് ഓൺ ദി പ്ലസ് ഐ എഫക്റ്റ് ഗ്രൂപ്പ് ഓൾസോ. പ്ലസ് ഐ എഫക്റ്റ് ഗ്രൂപ്പ് ഉണ്ടാകും, പിന്നെ അതിൽ എന്തായിരുന്നു? ഒരു ഡിസ്പേഴ്സൽ ഓഫ് പോസിറ്റീവ് ചാർജും കൂടെ ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് പ്ലസ് ഐ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നത്? കാർബോ കാറ്റയോണിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി അടുത്തതാണ് നമ്മുടെ ഐസോമറിസുമായി ബന്ധപ്പെട്ട കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആണ്. ദ ടോട്ടൽ നമ്പർ ഓഫ് ഐസോമെറിക് കാർബോ കാറ്റയോൺ പോസിബിൾ ഫോർ ദ ഫോർമുല C4H9+. അപ്പൊ എന്തൊക്കെയാണ് C4H9+ൽ എത്ര കാർബോ കാറ്റയോൺ വരുന്നുണ്ട്? ഇതല്ല ഐസോമെറിക് കാർബോ കാറ്റയോൺസ് ഫോം ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ആണ് നമ്മുടെ ആൻസർ. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ C4H ആകുമ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഒരു പിന്നെ സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് എഴുതാം. അപ്പൊ സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് എഴുതുന്നത് ഒരു പ്ലസ് ആണ്. പിന്നെ എന്ത് എഴുതാം? പിന്നെ നമുക്ക് ടേഴ്ഷറി എഴുതാം അല്ലെ? ടേഴ്ഷറി എഴുതാം. പിന്നെ എന്ന് പറയുന്നത് സെക്കൻഡറി എഴുതാം. സെക്കൻഡറി ആകുമ്പോൾ നമുക്ക് ഇത് 2 എണ്ണം വരാം, 2 പിന്നെ ഒരു CH2 അങ്ങനെ വരുന്നത് എഴുതാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ആദ്യത്തെ ഇതിൽ നമുക്ക് പിന്നെ ഒരു ഒറ്റ ഗ്യാപ്പിൽ മാത്രം ലാസ്റ്റ് കാർബോ കാറ്റയോൺ വരുന്നത് വരാം. പിന്നെ ഉള്ളത് നമുക്ക് പ്രൈമറി ആയിട്ട് എഴുതാം. ഓക്കെ, പ്രൈമറിയും സെക്കൻഡറിയും ടേഴ്ഷറിയും വരാം, പിന്നെ ഒരു സ്ട്രെയിറ്റ് ചെയിനും വരാം. അപ്പൊ ഇത്രയും ടോട്ടൽ നമ്പർ ഓഫ് ഐസോമെറിക് കാറ്റയോൺസ് എന്തുണ്ട്? C4 ഉണ്ട്, 4 എണ്ണം. പിന്നെ അടുത്തതാണ് 2 ഇൻക്ലൂഡിംഗ് സൈക്ലിക് സ്ട്രക്ചർ ഹൗ മെനി സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആർ പോസിബിൾ ഫോർ ദ ഫോർമുല C4H8. C4H8 നമ്മള് സൈക്ലിക്കും കൂടെ വരികയാണെങ്കിൽ, സൈക്ലിക് ആയിട്ടുള്ളതും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വരാം? എത്ര എണ്ണം വരാം എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് 5 എണ്ണം വരാം. അത് ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറയും 1 ബ്യൂട്ടീന് വരാം, 2 ബ്യൂട്ടീന് വരാം, പിന്നെ 2 മീഥൈൽ പ്രൊപ്പീൻ വരാം, പിന്നെ സൈക്ലോബ്യൂട്ടൈൻ വരാം, മീഥൈൽ സൈക്ലോപ്രൊപ്പൈനും വരാം. അപ്പൊ അങ്ങനെ C4H8 അങ്ങനെ 5 എണ്ണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ട്രക്ചറൽ ഐസോമേഴ്സ് പോസിബിൾ ആണ്. അപ്പൊ ഇത് ഞാൻ പറയുന്നതൊക്കെ നിങ്ങളൊന്ന് വരച്ച് നോക്കണേ, മാറിപ്പോകാതിരിക്കാനാണ്. മുഴുവൻ വരച്ചു കഴിഞ്ഞിട്ട് നിങ്ങളെ പഠിപ്പിക്കുമ്പോഴേക്കും ഒരുപാട് സമയമാവുന്നത് കൊണ്ടാണ്. The total number of structural isomers possible for the structure C3H6. C3H6 എത്ര സ്ട്രക്ചേഴ്സ് വരാം? നമുക്ക് 2 എണ്ണമാണ് വരുന്നത്. അപ്പൊ ഈ 2 എണ്ണം നമുക്ക് എങ്ങനെ എഴുതാം? C3H6 ആകുമ്പോൾ നമുക്കറിയാം 3 കാർബൺ ആറ്റം ആണുള്ളത്. അപ്പൊ C3H6 ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരെണ്ണം എന്തായിരിക്കണം? ഡബിൾ ബോണ്ട് ആയിരിക്കണം. അപ്പൊ ഒരെണ്ണം ഇങ്ങനെ
എഴുതാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സൈക്ലിക് സ്ട്രക്ചറും കൂടെ എഴുതാം. അപ്പൊ ഇത് തന്നെ രണ്ടെണ്ണമായി. ഹൗ മെനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ജെമിനൽ ഡൈഹാലൈഡ് വിത്ത് ഡിഫറെന്റ് ഫോർമുല ആർ പോസിബിൾ ഫോർ C3H6Cl2. അപ്പൊ അതില് രണ്ടെണ്ണം ഏതോ ജെമിനൽ ഡൈഹാലൈഡ്സ് ഉണ്ട്. അതില് ഡിഫറെന്റ് ഫോർമുല എത്ര എണ്ണം നമുക്ക് പോസിബിൾ ആണ്? രണ്ടെണ്ണമാണ് പോസിബിൾ ആയിട്ടുള്ളത്. അത് ഞാൻ ഒന്നും കൂടെ പറഞ്ഞ അത് കേട്ടോളൂ. 2,2-ഡൈക്ലോറോപ്രൊപ്പൈന് വരാം. ഓക്കെ, 2,2-ഡൈക്ലോറോപ്രൊപ്പൈന് വരാം. അതുപോലെ തന്നെ 1,1-ഡൈക്ലോറോപ്രൊപ്പൈന് വരാം. 2,2 വരാം, 1,1 വരാം. ഓക്കെ, അതുകൊണ്ടാണ് ഇതിന് രണ്ടെണ്ണം വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ നമ്പർ ഓഫ് ഹാലോജനേറ്റഡ് പ്രോഡക്ട്സ് ലൈക്ലി ടു ബി ഫോംഡ് ബൈ ഈഥെയ്ൻ ആർ. ടോട്ടൽ നമ്പർ ഓഫ് ഹാലോജനേറ്റഡ് പ്രോഡക്ട്സ് ഏതൊക്കെ വരാം? അത് 6 എണ്ണം വരാം. അപ്പൊ 6 എണ്ണം നമുക്ക് വരയ്ക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും ഞാൻ പറഞ്ഞുതരാം. CH3 CH2 Cl അങ്ങനെ വരാം ഒരെണ്ണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ CH3 CH Cl2 വരാം. പിന്നെ ഉള്ളത് CH3 അതുപോലെ CH3 CCl3 വരാം. പിന്നെ CH2 CCl3 വരാം. സോറി, 6 അല്ല കേട്ടോ. പിന്നെ എത്ര എണ്ണം വരാം? പിന്നെ എന്തൊക്കെ വരാം? 9 എണ്ണം വരാം കേട്ടോ. ഇത് ഓപ്ഷൻ സി ആണ് ആൻസർ. ഞാൻ പറഞ്ഞതിൽ തെറ്റിപ്പോയതാണ്. 9 എണ്ണം വരാം. പിന്നെ ഏതാണ്? പിന്നെ നമുക്ക് വരുന്നതാണ് Cl2 CH CCl3 വരാം. അതുപോലെ Cl CH2 വരാം. CH2 Cl വരാം. അതുപോലെ CHCl2 CHCl2 വരാം. അതുപോലെ Cl2 CH2 Cl വരാം. അടുത്താണ് CCl2 CCl3 വരാം. അത്രയും 9 എണ്ണം എന്ത് ചെയ്യാൻ പറ്റും? ടോട്ടൽ ഹാലോജനേറ്റഡ് പ്രോഡക്ട്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഥൈൻ എന്നുള്ളതിൽ നിന്ന് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. 2 കാർബണാറ്റേ വരാൻ പാടുള്ളൂ. പക്ഷെ നമുക്ക് ക്ലോറിൻ എത്ര വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലോജൻ എത്ര വേണമെങ്കിലും വരാം എന്നുള്ളതാണ്. പിന്നെ ദ സ്ട്രക്ചേഴ്സ് CH3 thrice CBr and CH3 thrice CH3 CH2 thrice BR. ഇത് രണ്ടും റെപ്രസെന്റ് ചെയ്യുന്നത് ഏതിനെയാണ്? ചെയിൻ ആസ് വെൽ ആസ് പൊസിഷൻ ഐസോമെറിസം ആണ്. കാരണം ഇത് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റ ഒരു ഇതായിട്ട് വേണമെങ്കിൽ എഴുതാം അല്ലെ. CH3 CH2 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 BR എന്നുള്ളത് ഒറ്റയടിക്ക് അങ്ങ് നമുക്ക് എഴുതാം. പിന്നെ അടുത്തത് വേണമെങ്കിൽ അടുത്തത് നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ 3 ചെയിൻ വന്നിട്ട് BR വരാം. അപ്പൊ അങ്ങനെ എഴുതുമ്പോഴേക്കും നമുക്ക് ഇത് വരും. ചെയിനും ആസ് വെൽ ആസ് പൊസിഷൻ ഐസോമെറിസവും കൂടിയാണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ആണ്, ഇൻ വാട്ട് റെസ്പെക്ട് 1 propene and 2 butene are similar. എന്ത് റെസ്പെക്റ്റിലും 1 propene അതുപോലെ 2 butene സിമിലർ ആവുന്നത് they are homologous each other ആണ്. പിന്നെ the pair of structures given below represents, ഇത് ഏതാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? പൊസിഷൻ ഐസോമെറിസം ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. Next question, the compound N-butyl alcohol and isobutyl alcohol are. ഏതാണ്? N-butyl alcoholum isobutyl alcoholum ഏതിലാണ്? ചെയിൻ ഐസോമെറിസം ആണ്. ഇനി അടുത്താണ്, the type of isomerism exhibited by the compound with formula C4H10O is or are. അപ്പൊ ഇത് ഏതൊക്കെ വരാം? C4H10O എന്ന് പറയുന്നതിൽ ഏതൊക്കെ നമുക്ക് വരാം? ഇത് ചെയിൻ വരാം, പൊസിഷൻ വരാം, ഫങ്ഷണലും വരാം, അതുപോലെ മെറ്റാമെറിസവും വരാം. അപ്പൊ അത് ഏതൊക്കെയാണ്, എങ്ങനെയാണ് വരുന്നത്? ഞാൻ അതിന്റെ പേര് മാത്രം ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബ്യൂട്ടൻ 1-ഓളും ബ്യൂട്ടൻ 2-ഓളും വരുമ്പോൾ നമുക്കറിയാം അത് പൊസിഷനിൽ വരുന്ന വ്യത്യാസമാണ്. അപ്പൊ അതുകൊണ്ട് പൊസിഷൻ ഐസോമെറിസം ആയിട്ട് പറയാം. അതുപോലെ 2-മീഥൈൽ പ്രൊപ്പനോളും അതുപോലെ ബ്യൂട്ടൻ 1-ഓളും 2-മീഥൈൽ പ്രൊപ്പനോളും അതുപോലെ ബ്യൂട്ടൻ 1-ഓളും വരുമ്പോഴേക്ക് അത് എന്തായി? ചെയിൻ ഐസോമെറിസം ആയി എന്നുള്ളതാണ്. പിന്നെ എന്ന് പറയുന്നത് ബ്യൂട്ടൻ 1-ഓളും ഡൈഈഥൈൽ ഈഥറും കൂടെ വരുമ്പോഴേക്കും ഒരു സ്ഥലത്ത് ഓളും വന്നു, ഒരു സ്ഥലത്ത് ഈഥറും വന്നു, അതുകൊണ്ട് ഫങ്ഷണൽ ഐസോമെറിസം ആയിട്ട് വരാം. പിന്നെ ഉള്ളത് ഡൈഈഥൈൽ ഈഥറും മീഥൈൽ പ്രൊപ്പൈൽ ഈഥറും കൂടെ വരുമ്പോഴേക്കും എന്തായി? അത്
മെറ്റാമെറിസവുമായി. അപ്പൊ അങ്ങനെ ഈ ഒരു ഫോർമുല കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയിനും പൊസിഷനും ഫംഗ്ഷണലും അതുപോലെ മെറ്റാമെറിസവും കോമ്പൗണ്ട്സ് ആയിട്ട് നമുക്ക് ഐസോമെറിസം എക്സിബിറ്റ് ചെയ്യാം. ഇനി അടുത്തതാണ് ആസിഡ്സ് ആൻഡ് എസ്റ്റേഴ്സ് വിത്ത് ദ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആർ. സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫംഗ്ഷണൽ ഐസോമെറിസം എന്ന് പറയാം. ആസിഡ്സും എസ്റ്റേഴ്സും അത് വ്യത്യാസം ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫംഗ്ഷണൽ ഐസോമെറിസം എന്ന് പറയാം. വൺ എമംഗ് ദ ഫോളോയിങ് പെയർസ് കോമ്പൗണ്ട് ഈസ് നോട്ട് എ പെയർ ഓഫ് ഐസോമേഴ്സ്. ഐസോമേഴ്സിന്റെ പെയർ അല്ല. അത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. CH3 ട്വൈസ് CH, CH2, CH3 ആണ്. അപ്പൊ ഇതിലുള്ള വ്യത്യാസം നമ്മൾ കോമ്പൗണ്ട് എഴുതുന്ന സമയത്ത് എന്ന് പറയുന്നത് ഇത് രണ്ടും സെയിം കോമ്പൗണ്ട് തന്നെയാണ്. നമ്മൾ വരച്ച് എഴുതുമ്പോൾ ഇപ്പൊ നമ്മൾ വരുമ്പോൾ നമ്മൾ ഇതിന് IUPAC നെയിമിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, ഇത് രണ്ടും സെയിം കോമ്പൗണ്ട് തന്നെയാണ്. Next question, the compound CH3 thrice N and CH3 CH2 CH2 NH2 represent. ഇത് ഏതാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഏതാണ്? നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം N ഉം NH2 ആണ്. അപ്പൊ അതെന്താണ്, ഫങ്ഷണൽ ഐസോമെറിസം ആണ്. പിന്നെ അടുത്തതാണ് the number of isomeric aldehyde and ketone with the formula C5H10O. ഇതിൽ നമുക്ക് എത്ര എണ്ണം വരാം? 7 എണ്ണം വരാം. 7 എണ്ണം ഏതൊക്കെയാണ്? നമ്പർ ഓഫ് ഐസോമെറിക് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ വരുമ്പോൾ ഏതൊക്കെ വരാം? ഞാൻ പേര് മാത്രം ജസ്റ്റ് പറയാം, നിങ്ങളൊന്ന് വരച്ചു നോക്കുക. ഒന്ന് പെന്റനാൽ വരാം, പിന്നെ ഉള്ളതാണ് പെന്റൻ 2 ഓൺ വരാം, പിന്നെ 2 മീഥൈൽ ബ്യൂട്ടനാൽ വരാം, പിന്നെ പെന്റൻ 3 ഓൺ വരാം, 3 മീഥൈൽ ബ്യൂട്ടനാൽ വരാം, പിന്നെ 3 മീഥൈൽ ബ്യൂട്ടൻ 2 ഓൺ വരാം, പിന്നെ 2 ഡൈമീഥൈൽ പ്രൊപ്പനാൽ വരാം. ഞാൻ ഒന്നും കൂടെ പറയാം, നിങ്ങൾ ഒന്നും കൂടെ എഴുതിയെടുക്കുക. പെന്റനാൽ വരാം, അതുപോലെ പെന്റൻ 2 ഓൺ വരാം, പിന്നെ 2 മീഥൈൽ ബ്യൂട്ടനാൽ വരാം, പെന്റൻ 3 ഓൺ വരാം, പിന്നെ 3 മീഥൈൽ ബ്യൂട്ടനാൽ വരാം, 3 മീഥൈൽ ബ്യൂട്ടൻ 2 ഓൺ വരാം, പിന്നെ 2 ഡൈമീഥൈൽ പ്രൊപ്പനാൽ വരാം. ഇത്രയും ഇതില് ഐസോമെറിക് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺസ് C5H10O വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അടുത്താണ് which of the following is not an isomer of butanol. ബ്യൂട്ടനാളിന്റെ ഐസോമർ അല്ലാത്തത് ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ സി ആണ്, 2 ബ്യൂട്ടനോൾ ആണ്. അടുത്തതാണ് മോണോ കാർബോക്സൈലിക് ആസിഡ്സ് ആർ ഐസോമെറിക് വിത്ത്. മോണോ കാർബോക്സിലിക് ആസിഡ്സ് ആർ ഐസോമെറിക്സ് വിത്ത്. ഏതാണ്? എസ്റ്റേഴ്സും ആയിട്ടാണ് ഇത് ഐസോമെറിസം വരുന്നത്. ഏതൊക്കെ വരാം ഇതിലേക്ക്? പ്രൊപ്പനോയിക് ആസിഡ് വരാം. പ്രൊപ്പനോയിക് ആസിഡ് വരുമ്പോൾ കാർബോക്സിലിക് ആസിഡ് ആണല്ലോ. പ്രൊപ്പനോയിക് ആസിഡ് വരുമ്പോൾ അതെന്താണ്? ഒരു കാർബോക്സിലിക് ആസിഡ് കോമ്പൗണ്ട് ആണ്. പിന്നെ മീഥൈൽ അസറ്റേറ്റ് വരാം. ഓക്കെ, മീഥൈൽ അസറ്റേറ്റ് വരുമ്പോൾ അതിൽ ഏതാണ്? മീഥൈൽ അസറ്റേറ്റ് വരുമ്പോൾ അത് ഒരു എസ്റ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മോണോ കാർബോക്സിലിക് ആസിഡ് ഐസോമെറിക് വിത്ത് എസ്റ്റേഴ്സ് ആണ്. ഓക്കെ, next question, the structure CH3C double bond O CH3 and CH2C double bond OH CH3. അപ്പൊ ഇത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഏതിനെയാണ് നമുക്ക് പറയുന്നത്? ഓപ്ഷൻ സി ആണ്, കീറ്റോ ഇനോൾ ഐസോമെറിസം ആണ്. അപ്പൊ ഈ കീറ്റോ ഇനോൾ ഐസോമെറിസം വരുമ്പോൾ എങ്ങനെയാണ്? CH2 C double bond O CH3 ആണ്. CH3 ആണ്. അപ്പൊ അതിൽ നിന്ന് പിന്നെ ഒരു H ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ ഇതിനെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് എന്ത് വരുന്നത്? ഇത് ഇങ്ങോട്ടേക്കും അതുപോലെ ഓയിലെ ഡബിൾ ബോണ്ട് മേലേക്ക് വരുന്നു, ലോൺ പെയറിലേക്ക് വരുന്നു. അങ്ങനെ ആവുമ്പോൾ ഈ ഒരു Hനെ ഈ ഒരു ഡബിൾ ബോണ്ടിലേക്ക് വരുന്നു. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ ഒരു H ഇങ്ങനെ വരുന്നു. അങ്ങനെ ആവുമ്പോൾ ഇത് എങ്ങനെ വരും? ഇതാണ് കീറ്റോൺ പാർട്ട്. ഈ ഒരു ഇതാണ് കീറ്റോൺ പാർട്ട്. അടുത്തതാണ് നമ്മുടെ എന്ത് വരുന്നത്? ഈനോൾ പാർട്ട്. ഈനോൾ പാർട്ട് എങ്ങനെ വരും? CH2 ഡബിൾ ബോണ്ട് COH അതുപോലെ CH3. ഇതാണ് ഈനോൾ പാർട്ട്. അപ്പൊ ഇതെന്താണ്? കീറ്റോ ഇനോൾ ഐസോമെറിസം ആണ്. അടുത്താണ് which of the following is not an isomer of CH3 CH2 CH2 CH2OH. ഇതിന്റെ ഐസോമർ അല്ലാത്തത് ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. കാരണം എന്താ? അതിന്റെ മോളിക്കുലാർ ഫോർമുല നോക്കിയാൽ മനസ്സിലാവും, അതിന്റെ മോളിക്കുലാർ ഫോർമുല വ്യത്യാസമുണ്ട്. അടുത്തതാണ് which of the following isomerism is shown by ethyl aceto acetate. ethyl aceto acetate
കാണിക്കുന്ന പിന്നെ ഐസോമറിസം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, കീറ്റോയിനൽ ഐസോമറിസം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statement is incorrect? ഇതിലെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ എ തന്നെയാണ്. ഏതൊക്കെയാണ് ശരി? ഐസോമേഴ്സ് cannot be homologous. Isomers ഒരിക്കലും എന്തല്ല? homologous അല്ല. The number of paired and unpaired electrons in various resonating forms is equal. ആയിരിക്കുമല്ലോ. പെയർഡും അതുപോലെ അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോണിന്റെ നമ്പേഴ്സ് എന്തായിരിക്കും? എല്ലാ റെസൊനേറ്റിംഗ് ഫോംസിലും ഈക്വൽ തന്നെയായിരിക്കും. ടോട്ടോമേഴ്സ് ഡിഫേഴ്സ് ഇൻ ആറ്റോമിക് ആസ് വെൽ ആസ് ഇലക്ട്രോണിക് അറേഞ്ച്മെന്റ്. ടോട്ടോമേഴ്സിലേക്ക് വരുമ്പോൾ അത് ആറ്റോമിക്കിനെയും അതുപോലെ ഇലക്ട്രോണിക് അറേഞ്ച്മെന്റ്സും രണ്ടും വ്യത്യാസമായിരിക്കും. ഇനി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ homologous cannot be isomers but isomers can be homologous എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ എന്താണ് അതില് തെറ്റാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ homologous differs from one another by ഒരു CH2. ഒരു CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസത്തിലാണ് നമുക്ക് എന്ത് വരുന്നത്? ഹോമലോഗസിൽ വരുന്ന വ്യത്യാസം എന്ന് വരുന്നത്. പക്ഷെ ഐസോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മോളിക്കുലാർ ഫോർമുല എപ്പോഴും എന്താണ്? സെയിം തന്നെയായിരിക്കും. ഒരിക്കലും ഹോമലോഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു CH2ന്റെ വ്യത്യാസത്തിലാണ് ഹോമലോഗസ് ഉണ്ടാകുന്നത്. ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ ഫോർമുല എപ്പോഴും സെയിം ആയിരിക്കും, അതിന്റെ സ്ട്രക്ചർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? മാറത്തുള്ളൂ. The number of isomers of C7H8O എന്നുള്ളതിൽ എത്ര ഐസോമേഴ്സ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. 5 ഐസോമേഴ്സ് ആണ് ഉള്ളത്. ഏതൊക്കെ വരാം? നമുക്ക് ബെൻസൈൽ ആൽക്കഹോൾ വരാം. C7H8O വരുമ്പോൾ ബെൻസൈൽ ആൽക്കഹോൾ വരാം, പിന്നെ അനിസോൾ വരാം, അതുപോലെ ഓർത്തോക്രിസോൾ വരാം, മെറ്റോക്രിസോൾ വരാം, പാരാക്രിസോൾ വരാം. ഇത്രയും ഐസോമേഴ്സ് എന്തിൽ വരാം? C7H8Oയിലേക്ക് വരാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് HCN ആൻഡ് HNC. ഇത് രണ്ടും ഏതിലാണ് വരുന്നത്? ടോട്ടോമേഴ്സ് ആണ് അല്ലെ? ഇത് രണ്ടും ഏതാണ്? ടോട്ടോമേഴ്സ് ആണ്. അടുത്തതാണ് ഫങ്ഷണൽ ഐസോമേഴ്സ് ഓഫ് CH3CO2H. ഫങ്ഷണൽ ഐസോമേഴ്സ് ഓഫ് CH3CO2H എത്രയാണ് ഫങ്ഷണൽ ഐസോമേഴ്സും? അത് 3 എണ്ണം വരാം. ഏതൊക്കെ വരാം? ഒന്ന് അസെറ്റിക് ആസിഡ് വരാം, C4OH വരുമ്പോൾ അസെറ്റിക് ആസിഡ് വരാം. പിന്നെ മീഥൈൽ ഫോമേറ്റ് വരാം, മീഥൈൽ ഫോമേറ്റ് വേണമെങ്കിൽ ഉണ്ടാക്കാം. പിന്നെ ഉള്ളതാണ് എഥീൻ 1,2 ഡയോൾ വരാം, എഥീൻ 1,2 ഡയോൾ വരാം. അത്രയും ഫങ്ഷണൽ ഐസോമേഴ്സ് ഇത് കൊണ്ട് ഉണ്ടാക്കാം. ഒരു ഫോമേറ്റിലേക്ക് വരാം, ഒന്ന് ആസിഡിലേക്ക് വരാം, പിന്നെ ഓളിലേക്ക് വരാം, ഡയോളിലേക്ക് വരാം. Okay. നെക്സ്റ്റ് പറയുന്നത് which of the following contains a secondary butyl and a tertiary butyl പിന്നെ എന്താ ഗ്രൂപ്പ്? ടെർഷ്യറി ബ്യൂട്ടൈലും വേണം, സെക്കൻഡറി ബ്യൂട്ടൈലും വേണം. അപ്പൊ ഇതിൽ ഓപ്ഷൻ സി നോക്കുക നിങ്ങൾ. CH3C2H5 എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് ആണ്. അതുപോലെ CH3 എന്ന് പറയുന്ന ഈ ഒരു സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ഉള്ളത് ഏതിലാണ്? ഓപ്ഷൻ സിയിലാണ്. അടുത്തതാണ് മാക്സിമം ഈനോൾ content is observed in. maximum enol content ഏതിലാണ് ഒബ്സർവ് ചെയ്യുന്നത്? ഓപ്ഷൻ സിയിലാണ്. CH3CO CH2 CO CH3 യിലാണ്. അടുത്തതാണ് ടോട്ടോമറിസം ഈസ് ഓൾസോ കോൾഡ്. ടോട്ടോമറിസത്തിനെ പിന്നെ കൂടാതെ ടോട്ടോമറിസം എന്നല്ലാതെ വേറെ എന്തൊക്കെ വിളിക്കാം? ഡെസ്മോട്രോപിസം എന്ന് വിളിക്കാം. ടോട്ടോമറിസത്തിനെ ഡെസ്മോട്രോപിസം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അലീലോട്രോപിസം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ക്രിപ്റ്റോട്രോപിസം എന്ന് വിളിക്കാം. ഇങ്ങനെ 3 ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഇങ്ങനെ 3 നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടോമറിസത്തിനെ വിളിക്കാം. The type of isomerism shown by nitromethane. nitromethane വരുന്ന ടോട്ടോമറിസം ഏതാണ് എന്നുള്ളതാണ്. അതിൽ നമുക്ക് 2 ഫോം വരാം. ഏതൊക്കെ? നൈട്രോ ഫോമും വരാം, ആസി ഫോമും വരാം. അത് ഓപ്ഷൻ സിയിലാണ് ടോട്ടോമറിസം എന്ന് വരുന്നത് കേട്ടോ. The type of isomerism shown by nitromethane എന്നുള്ളതിൽ ടോട്ടോമറിസം ആണ് ഫോം ചെയ്യുന്നത്. അതിൽ ഏതൊക്കെയാണ് വരാൻ പോകുന്നത്? നൈട്രോ ഫോമും വരാം, ആസി ഫോമും വരാം. അടുത്താണ് which type of strain is present in fully eclipsed conformation of butane. fully eclipsed conformationൽ ഏതൊക്കെയാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്. both A and B ആണ്. ആംഗിൾ സ്ട്രെയിൻ വരാം, അതുപോലെ സ്റ്റെറിക് സ്ട്രെയിനും വരാം. The dihedral angle between the hydrogen atom of 2 methyl groups in stacked conformation of ethane is. ഏതാണ് അതിന്റെ ആംഗിൾ ബിറ്റ്വീൻ? ഡൈഹൈഡ്രൽ ആംഗിൾ ഏതാണ്? ഹൈഡ്രജൻ ആറ്റത്തിന്റെയും അതുപോലെ 2 മീഥൈൽ ഗ്രൂപ്പിന്റെ ഇടയിലുള്ള സ്റ്റാക്ഡ് കൺഫോർമേഷനിൽ ഇതിന്റെ ആംഗിൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 60 ഡിഗ്രി ആണ്. 60 ഡിഗ്രി ആണ് ഇതിന്റെ ആംഗിൾ വരുന്നത്. which of the following molecules can exhibit conformational isomerism? conformational isomerism കാണിക്കുന്നത് ഏതൊക്കെയാണ്? CH3OH ഉണ്ട്, H2O2 ഉണ്ട്, NH2 ഉണ്ട്. അത് ഓപ്ഷൻ ഡി ആണ്. all of the above ആണ്.
അതുപോലെ the least energetic conformation of cyclohexane. least energetic ഏതാണ്? ഓപ്ഷൻ സി ആണ്, ചെയർ ഫോം ആണ് least പിന്നെ energetic. അത് എന്താ വരാണ്? അതിൽ ലീസ്റ്റ് റിപ്പൾസീവ് ഇന്ററാക്ഷൻ ആണുള്ളത്. ലീസ്റ്റ് റിപ്പൾസീവ് ഇന്ററാക്ഷൻ ആണ് ചെയർ ഫോമിലുള്ളത്. അതുകൊണ്ടാണ് ഇത് എന്ത് വരാൻ ലീസ്റ്റ് എനർജറ്റിക് കൺഫർമേഷൻ ആവുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തായിരുന്നു, 2-3 ഇതും കൂടെ ഉണ്ടായിരുന്നു. അപ്പോ ഇപ്പൊ തന്നെ ഒരുപാട് സമയമായി, 1 മണിക്കൂറിന് മേലെയായി. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും സമയം നമ്മുടെ ഓർഗാനിക് തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും? ബോറടിക്കും. അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ഒരു ഇതുമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം, നാളെ ഒരു ദിവസവും കൂടെ. അപ്പൊ താങ്ക് യു വെരി മച്ച്.